ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 59ാമത്തെ സെഷനാണല്ലോ ഇത്. രണ്ടാം പ്രമാണത്തെക്കുറിച്ചുള്ള 23ാമത്തെ സെഷനും. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈശ്വര പക്കലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ തുറക്കാം. നമ്മൾ കഴിഞ്ഞ പോയ സെഷനുകളിൽ പിശാചിന് അവകാശമായിട്ട് കിട്ടുന്ന സ്ഥലം, വീട്, തിരുശേഷിപ്പുകൾ, ദുർശേഷിപ്പുകളുടെ സാധ്യതകൾ, നമ്മൾ വീടിൻ്റെ തിന്മയുടെ അവസ്ഥയെ ദൂരീകരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് പരിശ്രമിക്കുമ്പോൾ അത് വിട്ടുപോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നൊരനുഭവം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ വീടുകൾ, പറമ്പുകൾ, വസ്തുവകകൾ, ആ മേഖലകളിൽ ദൈവത്തിൻ്റെ നാമം നിറഞ്ഞു നിൽക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ആ സാന്നിധ്യം നമുക്ക് അനുഭവമാകണം. ആ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണം. ആ ഒരു സാന്നിധ്യ നിറവ് വഴിയായിട്ട് തിന്മയുടെ സാന്നിധ്യ സ്വാധീനങ്ങൾ ദൂരീകരിച്ച് മാറി നിൽക്കണം. അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ രണ്ടാം പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുകയായിരുന്നു. ദൈവത്തിൻ്റെ തിരുനാമം പൂജിതമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ വീടുകൾ ആകുന്ന ദൈവാലയങ്ങൾ ദൈവത്തിന് നിറഞ്ഞു വസിക്കാൻ പറ്റിയ ഇടങ്ങളായിട്ട് മാറണം. അങ്ങനെ അതിന് വിരുദ്ധമായിട്ട് തിന്മയ്ക്ക് അവിടെ അവകാശം കിട്ടി, തിന്മയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ട, പ്രതിഷ്ഠിക്കപ്പെട്ട തിന്മയുടെ നാമോസാരം ശക്തമായിട്ടുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ വീടുകളോ പറമ്പുകളോ മാറുന്ന സാഹചര്യം, സാധ്യത നമ്മുടെ അനുഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും അതിലേക്ക് നമ്മൾ ചിന്ത എടുക്കുകയായിരുന്നല്ലോ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു അനുഭവം. ഒരു സന്യാസ ഭവനത്തിൽ ഒരു ധ്യാനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ആ നിശ്ചിത ദിവസം എത്തി. വൈകുന്നേരത്തെ സെഷനോടുകൂടി ധ്യാനം ആരംഭിക്കുകയാണ്. ആ ധ്യാനത്തിൻ്റെ പ്രാരംഭ സെഷന് വേണ്ടിയിട്ട് ഞാൻ ദേവാലയത്തിൽ ചാപ്പൽ വന്ന് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിന്ന് വചനം പങ്കുവെക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രാരംഭ ചിന്തയായിട്ട് കൊടുക്കേണ്ടത് എന്താണ് എന്നുള്ള ഒരു വ്യക്തത ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ ആ ചിന്ത പങ്കുവെക്കാനായിട്ട് ആരംഭിച്ചപ്പോഴേക്കും അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് വെച്ച് തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് ചില കമൻറ്റുകൾ പറയാൻ എനിക്കിട വന്നു. അത് വേറൊന്നുമല്ല, അശുദ്ധ രൂപികൾ, പൈശാചിക ആത്മാക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ളത് ഉള്ളതാണ്. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഞാൻ എൻ്റെ മെയിൻ വിഷയത്തിലേക്ക് വരുന്നൊരു ഭാഗമായിട്ടുള്ള കമൻറ്റ് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അറിയാതെ എൻ്റെ ഉള്ളങ്ങ് കടന്നുപോയി. അപ്പോൾ കടന്നു വന്നപ്പോൾ ഞാനത് പെട്ടെന്ന് അതേപ്പറ്റി ഒരു പരാമർശനം പറഞ്ഞ് അങ്ങ് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ കടക്കാനായിട്ട് നോക്കി.
പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ കുറച്ചുകൂടെ അതേക്കുറിച്ച് പറയാനായിട്ട് ശക്തമായിട്ട് അങ്ങനെ അങ്ങ് അവസരം വന്ന് അങ്ങനെ പ്രേരണ വന്ന് ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. കുറെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ബുദ്ധിയിൽ ചിന്ത വരുന്നുണ്ട്, ഇതല്ലല്ലോ നീ ധ്യാനത്തിന് പറയാൻ ഒരുങ്ങി വന്നിരിക്കുന്നത്, ഇതല്ല പ്രാരംഭ ചിന്ത, മറ്റേ കാര്യം വേണം പറയാൻ. പക്ഷേ എനിക്കതിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ബാക്കി പിന്നെയും പറഞ്ഞ് പൈശാചിക അരുവികളെന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അവയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ജീവനുള്ള വ്യക്തികളാണവ. അരൂപിയാണെങ്കിലും അവയുടെ പീഡകളും ഉപദ്രവങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉള്ളതാണ്. അതിനെ കാണിക്കുക. അങ്ങനെയുള്ള കാര്യം ഞാനങ്ങ് പറയുകയാണ്. കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ആൾക്കാരെ നോക്കുമ്പം ഈ സന്യാസ ഭവനത്തിലെ അംഗങ്ങൾ, അവര് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ, ആ സമൂഹത്തിന്റെ സുപ്പീരിയേഴ്സ് ഒക്കെ ഇവിടെ ഒരു വശത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാം. അവര് എന്നെ മുഖത്ത് നോക്കിയിട്ട് ഏതോ ഒരു അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരെ ശ്രദ്ധിച്ചിട്ട് വീണ്ടും എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഈ ചിന്ത വരികയും ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന പറയാൻ തോന്നുകയാണ്. കുറച്ച് പറഞ്ഞിട്ട് എനിക്ക് ആൾക്കാരുടെ ഉള്ളിൽ വല്ലാത്ത വിഷമം ഉണ്ടാകുന്ന അനുഭവം തുടങ്ങി. ഞാനപ്പോൾ പറിച്ചത് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിഷയം പറയാൻ വേണ്ടിയല്ല ഈ ധ്യാനത്തിൻ്റെ പ്രാരംഭമായിട്ട് കരുതിയത്. പക്ഷെ എന്താണോ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ടായിരിക്കും, അറിഞ്ഞുകൂടെ എന്താണെന്നുള്ളത്. പക്ഷേ ഈ വിഷയം അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് തന്നെ പിന്നെയും പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് ഫലത്തിലൊരു 1/4 മണിക്കൂറുള്ള ആ ഒരു പ്രാരംഭ സെഷൻ മുഴുവനും ഈ പൈശാചിക അരുവികളെ കുറിച്ചുള്ള ഒരു പ്രതിപാദനമായിട്ടൊക്കെ മാറിപ്പോയി. എനിക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ബാക്കി അടുത്ത സെഷനിൽ പിറ്റേ ദിവസം ധ്യാനം ഉണ്ടല്ലോ, അപ്പോൾ ബാക്കി മറ്റുദ്ദേശിക്കുന്ന വിഷയം പറയാം എന്ന് വിചാരിച്ച് അങ്ങനെ സായാഹ്നത്തിൻ്റെ പ്രാരംഭ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പിരിഞ്ഞ് അത്താഴം കഴിക്കാനുള്ള സമയമായപ്പോൾ അത്താഴം കഴിക്കാൻ വന്നപ്പം ഈ സുപ്പീരിയേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർ ഏതാനും പേര് എൻ്റെ പക്കൽ അവിടെ വന്നു. എൻ്റെ പക്കൽ അടുത്ത് വന്ന് നിന്നിട്ട് അവർ ഇച്ചിരി വിഷമത്തോടെ വന്ന് പറഞ്ഞു, അച്ഛൻ ആ വിഷയം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ അത് പറയല്ലേ എന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് അച്ഛനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണിക്കാൻ നോക്കുന്നുണ്ടാണ്. അച്ഛൻ ആ വിഷയം അത് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ അച്ഛനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷേ അച്ഛാ അതൊരു ഇങ്ങനെ വിഷമം പറയും. അപ്പം ഞാൻ എന്താ പറ്റി അച്ഛാ, അത് ഒരു സംഭവമാണ്. ഞാൻ എന്ത് സംഭവം അച്ഛാ? അത് ആൾക്കാരൊക്കെ വല്ലാണ്ട് പേടിച്ചിരിക്കുക. ആര്? അല്ല, ഈ ഭവനത്തിൻ്റെ അംഗങ്ങൾ. അതെന്താ പറ്റി അച്ഛാ? അത് അച്ഛൻ അറിഞ്ഞായിരിക്കുമല്ലോ, ഒരാഴ്ച മുമ്പ് ആ സന്യാസഭവനം ഇരിക്കുന്ന ഒരു സാമാന്യ വിശാലമായ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ പല ഭവനങ്ങളുണ്ട്, പല പ്രസ്ഥാനങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെയാണ് ഈ സന്യാസ സമൂഹം വസിക്കുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ള ഒരു സൈഡിലുള്ള ഒരു ഔട്ട് ഹൗസ് പോലെയുള്ള കെട്ടിടത്തിൽ ഒരു ആത്മഹത്യ സംഭവിച്ചു. ഈ ആത്മഹത്യ സംഭവിച്ച് അത് പത്രത്തിലൊക്കെ വാർത്ത വന്നു, വാർത്തയായി, പോലീസായി, കേസായി, അങ്ങനെയൊക്കെ സാമാന്യം അതിൻ്റെ ബഹളമെല്ലാം ഒതുങ്ങിയിരിക്കുന്നൊരു അവസരം മാത്രം ഇപ്പം. അപ്പം ഞാൻ അതുമായിട്ട് തന്നെ ഇതിന് ബന്ധം. ഞാൻ പൈശാചിക അരുവിൽ പറയുമ്പം അതിപ്പോൾ കഴിഞ്ഞു പോയില്ലേ, അതിപ്പോൾ നമ്മളാരുടെയും കുറ്റം കൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. അച്ഛാ അതല്ല, അത് വേറെ കുറച്ച് കാര്യമുണ്ട്. ഞാൻ എന്താ സംഭവം? അപ്പം നിങ്ങൾ ഇരിക്കുക അച്ഛാ, ഫസ്റ്റ് സാരമില്ല, നിങ്ങൾ പറഞ്ഞേ കാര്യം എന്നൊന്ന് പറ. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഈ ഒരു ആത്മഹത്യ ആ ഒരു സന്യാസഭവനത്തിൻ്റെ കോമ്പൗണ്ടിലെ ഒരു ഭവനത്തിൽ സംഭവിച്ചതിന് ശേഷം കുറേ വല്ലാത്ത ഞെടുക്കുന്ന അസ്വസ്ഥ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് സംഭവങ്ങളാണ് അച്ഛാ? ഇന്നലെ രാത്രി തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇവർ പറയുകയാണ്, അവർ താമസിക്കുന്ന ഒരു മെയിൻ ബിൽഡിംഗ് ഉണ്ട്. ആ മെയിൻ ബിൽഡിംഗ് 2 നിലയോ മറ്റാണ് അപ്പം തന്നെ ഉള്ളത്. അതിന് മുകളിൽ അവർ ഇത് വന്നതുകൊണ്ട് ഒരു നിലയും കൂടി അവർ അടവാക്കി പണിതെടുക്കുകയാണ്. അതിൻ്റെ പണി നടന്നു, വർക്കെല്ലാം കഴിഞ്ഞു. ഫർണിഷിങ്ങിൻ്റെ സമയം ഏതാണ്ടാണ്. പണിക്കാരൊക്കെ അവിടെയുണ്ട്. പണിക്കാർ പണി നടക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ആ ദിവസങ്ങളിൽ പകല് പണിക്കാരൊന്ന് പണിയുന്നുണ്ട്. അപ്പോൾ ജനാലയും മറ്റു കാര്യങ്ങളും പാർട്ടീഷനും അങ്ങനെയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ അതുപോലെ മുമ്പത്തെ രാത്രികളിലും ഈ പണി നടക്കുന്ന അവിടെ പണിക്കാർ സന്ധ്യ പോകും. അത് കഴിഞ്ഞ് രാത്രി സമയത്ത് ഈ പണി നടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ആ നിലയിൽ കുറേ പേരിങ്ങനെ അച്ഛാ കിടന്ന് പണിയുന്ന പോലെയുള്ള സ്വരം കേൾക്കുകയാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ചവിട്ടി നടക്കുന്നു. ഈ തടി ഉരുപ്പടികൾ വലിച്ച് അങ്ങോട്ടിടുന്നു, ഇങ്ങോട്ടിടുന്നു, എടുത്തുകൊണ്ട് മാറ്റി അങ്ങോട്ടിടുന്നു, ഇങ്ങോട്ട് കുറേ ആൾക്കാരൊന്ന് പണിയുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ അച്ഛത് കേട്ട് പേടിച്ച് അവിടെ പണിക്കാർ പോയിരുന്നത് ആദ്യം ഞങ്ങൾ ഓടിച്ചെന്ന് മോൾ കയറി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, സ്വരമില്ല. തിരിച്ചങ്ങൾ താഴെ വന്ന് വീട് ഇങ്ങനെ സ്വരമാണ്. അച്ഛത് പല രാത്രിയായി ഇങ്ങനെ. ഇതെന്താ ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ആരോട് ഞങ്ങൾക്ക് പറയാനും പറ്റുന്നില്ല. അപ്പോൾ മറ്റവൾ പറഞ്ഞു, അച്ഛാ വേറൊരു സംഭവം ഉണ്ടായി.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത പട്ടി വന്ന് ചാപ്പലിൻ്റെ വാതൊക്കെ വന്ന് ഇനി കയറി ഞങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു. അതിവിടെ ഒരിക്കലും ആ പട്ടിയെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ പട്ടി ഇവിടെ ആർക്കും ഇല്ല, അയൽപക്കങ്ങളിലൊന്നുമില്ല. അങ്ങനെ പട്ടി ഇവിടെ കയറി വരാനുമില്ല, വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ കറുത്ത പട്ടി വല്ലാത്തൊരു പട്ടിയാണ്. ഞങ്ങളെ പട്ടിയെ ചാപ്പലിനകത്ത് ഇറക്കി വിടാനായിട്ട് നോക്കിയിട്ട് പട്ടി ചാപ്പലിൽ ഇറങ്ങിപ്പോകുന്നത് ഒരു തരത്തിൽ പുറത്തിറക്കി. അതിങ്ങനെ ഭീകരമായ ഒരു പട്ടി, വലിയൊരു കറുത്ത പട്ടി. അപ്പം ഈ സന്യാസം ഇരിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ ഒരു ആമ്പിള്ളേരുടെ ഒരു ബോർഡിംഗ് ഹൗസ് ഉണ്ട്. ആ ബോർഡിംഗ് ഹൗസിലെ ആമ്പിള്ള നല്ല മിടുക്കന്മാരായ കുറച്ച് പിള്ളേരവിടെയുണ്ട്. അപ്പോൾ ഈ പട്ടിയെ ഓടിച്ച് ചാപ്പലിൽ പുറത്തിറക്കിയിട്ട് അത് ഈ കോമ്പൗണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടപ്പോൾ ഈ പിള്ളേരെ വിളിച്ച് ഇവർ പറഞ്ഞു, എടാ മക്കളെ, ഈ പട്ടിയെ ഓടിച്ചു വിടും. അത് കേട്ട ഉടനെ പിള്ളേർ അവർക്ക് ആവേശമാണ്. അവരെല്ലാവരും കൂടെ 3-4 പേരണം ഇറങ്ങി ബഹളം വെച്ച് കല്ലും മുട്ടിയൊക്കെ ആയിട്ട് ഈ പട്ടിയെ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടിച്ചു. ഇവർ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ ആമ്പിള്ളേർ വന്ന് പറയുകയാണ്, ഇവർ പറയുക, അച്ഛാ, ഈ ആമ്പിള്ളേർ ഇത്രയും മിടുക്കന്മാർ, ചുണയുള്ള പിള്ളേർ, നല്ല മുട്ടന്മാരാ, ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ. അവർ വന്നിട്ട് പറയുക, ഇത് ആ പട്ടി എന്ത് ചെയ്താൽ പോകുന്നില്ല. ഞങ്ങൾ എത്ര ഓടിച്ചിട്ട് പട്ടി ഈ കോമ്പൗണ്ടിനകത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ അങ്ങനെ ഞങ്ങൾ മടുത്തു എന്ന് പറയുമ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അച്ഛാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഞങ്ങൾക്ക് കറവക്കാരനായിട്ട് അന്യസംസ്ഥാനക്കാരനായ ഒരു ചേട്ടനുണ്ട്. അവർ താമസിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ തന്നെ അപ്പുറത്തൊരു ചെറിയ ഒരു ഔട്ട് ഹൗസ് ഒരു ബിൽഡിങ്ങിലാണ്. ആ മനുഷ്യൻ ഒരു ദിവസം രാത്രിയിൽ എണീറ്റ് ഇവിടെ നിന്നും പാതിര കഴിഞ്ഞ സമയത്ത് അവിടെ എന്തോ പേടിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി, ഏതാണ്ട് അവിടെ വന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങളോട് പോലും പറയാതെ ഇവിടുന്ന് പുറത്തിറങ്ങി കുറേ 2-3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് അങ്ങേരുടെ നാട്ടിൽ നിന്നുള്ള വേറെ ഇങ്ങനെ കറവക്കാരായ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ പോയി കിടന്നു. നേരം എടുത്തപ്പോൾ ഞങ്ങൾ ഈ വർഷം കാണുന്നത് തപ്പിപ്പിച്ചപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു നടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് കറവയും കാര്യം നടത്തി കിടന്നിട്ട് അങ്ങനെ പറയും, ഇവിടേക്ക് താമസിക്കാൻ പറ്റില്ല, ഇവിടെ എന്തോ പ്രശ്നമാണ്. അച്ഛാ, ഞങ്ങളിങ്ങനെ ആകപ്പാടെ കിറങ്ങിയിരിക്കുന്നത് ആരോട് പറയാനും പറ്റുന്നില്ല, വല്ലാത്ത വിഷമം. അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ആണ് അച്ഛന് ഇതിപ്പം വന്നിട്ട് ഈ പിശാചിൻ്റെ കാര്യം ഇങ്ങോട്ട് പറയുന്നത്. എൻ്റെ അച്ഛാ, ഇനി എന്നാ ചെയ്യും, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, തമ്പുരാൻ ഇത് പ്രത്യേകമായിട്ട് അറിഞ്ഞ് ഇടപെട്ട് എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ്. നിങ്ങളതേപ്പറ്റി ഒരു ഭാരം എടുക്കണ്ട. അതുകൊണ്ട് കാര്യം ചെയ്യാം, നിങ്ങളൊന്നും അസ്വസ്ഥപ്പെടണ്ട. ഞാൻ ഈ കാര്യത്തെപ്പറ്റി കുറച്ചുകൂടെ പറയാം. കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്നിപ്പോൾ ഏതായാലും എത്ര ആയല്ലോ, നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കിടക്കാനായിട്ട് പോയി പിരിഞ്ഞായിക്കോട്ടെ. ഇന്നിപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിക്കോട്ടെ. നാളെ നമ്മൾ കുർബാനയുണ്ടല്ലോ. നാളെ ഞാൻ ഇതേക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു പക്ഷെ നമുക്ക് ഈ ഭവനം മുഴുവൻ നമുക്കൊന്ന് വെഞ്ചരിക്കാം. ഈ കെട്ടിടങ്ങളെല്ലാം, ഈ കെട്ടിടം, അപ്പുറത്തെ കെട്ടിടം, ആ ഔട്ട് ഹൗസ് എല്ലാം, ഈ ആത്മഹത്യ നടന്നു പറഞ്ഞ സംഭവം നടന്ന ആ ഒരു കെട്ടിടം എല്ലാം നമുക്ക് വെഞ്ചരിക്കാം. അങ്ങനെ വെഞ്ചരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, വികാരി ആണല്ലോ ഈ സ്ഥലത്തുള്ള കപ്പളവൻ അച്ഛനായിട്ട് ഔദ്യോഗികമായിട്ടുള്ളത്, ഈ ഭവനത്തിൻ്റെ ചാപ്പലായിട്ട്. അപ്പോൾ ആ വ്യക്തിയുടെ അനുവാദങ്ങൾ നമുക്ക് മേടിച്ചിട്ട് നമുക്കൊന്ന് വെഞ്ചരിക്കാം. അപ്പോൾ അതെല്ലാം ശരിയായിക്കോളും. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ഞങ്ങളൊരു ദിവസം വൈകുന്നേരം ആ ഭവനം മുഴുവൻ എല്ലാം വെഞ്ചരിച്ച് വിശുദ്ധേരം തളിച്ച് അതോടുകൂടെ ഈ അസ്വസ്ഥ അങ്ങ് മാറി. പിന്നെ അങ്ങനെ അസ്വസ്ഥ ഉണ്ടായില്ല. അപ്പം ഇത് ഒരു സംഭവം. ആ സംഭവത്തിൽ ഞങ്ങൾ എല്ലാവരും നല്ലപോലെ ഞെരുങ്ങി അനുഭവിച്ചതും ഓർത്തിരിക്കുന്നതുമായ കാര്യമാണ്. ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും പലയിടത്തും പറയാറില്ല, കേൾക്കാറില്ല. അല്ലെങ്കിൽ അനുഭവം ഉള്ളവർ തന്നെ അത് പറയാൻ ധൈര്യപ്പെടാറില്ല. ഇനി എവിടെയെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അത് വിശ്വസിക്കുകയല്ല, പരിഹസിക്കും, പുച്ഛിക്കും. അവിടെ പറയാനുള്ള ധൈര്യം വരികയില്ല. പക്ഷേ അനുഭവങ്ങൾ തന്നെയാണ്. അച്ഛനിങ്ങനെ പങ്കുവെക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ പലർക്കും പല സമാനമായ രീതിയിലുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഇവിടെ ഒന്നിൻ്റെ കാര്യങ്ങൾ, ഒന്ന്, ആ ഒരു ഭവനം സന്യാസ ഭവനമാണ്. വിശുദ്ധമായൊരു സ്ഥലം, വിശുദ്ധമായ സമർപ്പിതമായ ആൾക്കാർ താമസിക്കുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം. എന്നിട്ടും അവിടെ ഇങ്ങനെ ഒരു ദുർസംഭവം, ദുർമരണം, ആത്മഹത്യ ഉണ്ടായി. ആ ആത്മഹത്യ ഉണ്ടായതോടുകൂടെ ആ ഒരു ഭവനം, ആ കോമ്പൗണ്ട് മുഴുവൻ ഒരു അസ്വസ്ഥതയ്ക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവം നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യ, ദുർമരണം എന്നൊക്കെ പറയുന്നത് ദൈവമഹത്വത്തിൻ്റെ ഒരു സംഭവമല്ല. നീതിമാന്റെ മരണം ദൈവസന്നിധിയിൽ വിലയേറിയതാണ് എന്ന് സങ്കീർത്തകനിലാണല്ലോ പറയുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും. അപ്പം നീതിമാന്റെ മരണം ദൈവസന്നിധിയിൽ വില പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മരണം ദൈവമഹത്വത്തിൻ്റെ ഒരു സംഭവമായിട്ട് മാറേണ്ടതാണ്. അതൊരു കെണിയപ്പെട്ടതുപോലെ, അബദ്ധം പറ്റിയതുപോലെ, മണ്ടത്തരം പറ്റിയതുപോലെ
അങ്ങനെ നടക്കേണ്ടതല്ല. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തി മരണത്തിൻ്റെ അനുഭവത്തെ സ്വീകരിക്കുകയാണ് എന്ന് പോലും പറയുന്നുണ്ട്, വിശുദ്ധർ പറയാറുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മരണത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം മരിക്കുക എന്നുള്ളതല്ല. മരണത്തിൻ്റെ സമയം ദൈവം നിശ്ചയിച്ചത് കടന്നു വരുമ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞ് ആ മരണത്തിലേക്ക് ഒരുങ്ങി നമ്മെ തന്നെ വിട്ടുകൊടുത്ത് ചുറ്റുമുള്ള എല്ലാവരോടും ഈ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം അനുവദിച്ച നമ്മുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ പറ്റുന്ന രീതിയിൽ യാത്ര പറഞ്ഞ് അങ്ങനെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കടന്നു പോകുന്ന മരണം, അതാണ് മഹത്വത്തോടെയുള്ള മരണം. ഈശോയുടെ മരണം അങ്ങനെ ആരും നമുക്കറിയാം. ശരിയാണ്, ഭീകരമായ ഒരു കുരിശുമരണമായിരുന്നു. ഈശോ കൊല ചെയ്യപ്പെട്ടതാണ്, അധർമ്മികളുടെ കൈകളാൽ അന്യായമായിട്ട് വിധിക്കപ്പെട്ട് എന്നൊക്കറിയാം. എങ്കിൽ പോലും അതിൻ്റെ നടുവിലും ഭീകരമായ വേദന സഹനം എല്ലാം ഉണ്ടായിരിക്കുന്ന നടുവിലും ഈശോ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് സമർപ്പിച്ച് ജീവൻ വെടിയുകയാണ്. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കാര്യങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് മഹത്വമുള്ള മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് തിരുമടിയിലേക്ക് നമ്മുടെ ആത്മാവിനെ നിത്യതയെ എഴുപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ സാധിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. ഈശോയുടെ മരണത്തിൻ്റെ അവസരം വരുമ്പോൾ ഈശോ ആ മരണം, ഭീകരമായ കുരിശുമരണം ഒഴിവാക്കി കിട്ടാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. സമയത്തെടുത്ത് ചോര വരുത്ത് പോലും പറഞ്ഞതിന് പിതാവ് ഒഴിവാക്കി കൊടുത്തില്ല. കാരണം ഈശോ പിതാവ് രക്ഷിതത്തിന് വിട്ടുകൊടുത്തു. അവർ ഭീകരമായ സഹനത്തിൽ കൂടെയാണ് ഈശോ കടന്നുപോയി. അവസാനത്തെ മണിക്കൂറുകൾ ഈശോ കുരിശിൽ ചെലവഴിച്ച് പെടഞ്ഞ് ചോര അവസാന തുള്ളി വരെയും വെച്ചിട്ട് വീണ് അങ്ങനെ പെടഞ്ഞ് ഈശോ മരണത്തിലേക്ക് വരുമ്പോൾ, പക്ഷേ അതിനു മുമ്പ് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നൊരു പരാതി പറയുന്ന പോലെ സങ്കീർത്തനം ഒരുക്കുള്ള പ്രാർത്ഥനയാണത്. ഈശോ അങ്ങനെ പിതാവിന് മക്കളും സങ്കടം പറയുന്നുണ്ടെങ്കിൽ പോലും ആ പിതാവുമായിട്ട് ഈശോയ്ക്ക് അകൽച്ചയില്ല. ഈശോ പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. അങ്ങനെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മരണം ഈ പൂർത്തിയായി എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യഥാർത്ഥത്തിൽ പൂർത്തിയായത് എന്നതാ ഉള്ളത്? ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല. ഈശോ 12 അപ്പസ്തലന്മാരെ തെരഞ്ഞെടുത്ത് 3 വർഷം മുമ്പ് അവരെയും കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു. അതിപ്പോൾ ഒരിടത്തും എത്താത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ 12 പേര് പോലും ചെതറി ഓടിയിരിക്കുന്നു. ഒരാൾ ഒറ്റിക്കൊടുത്തു, എന്നിട്ട് പോയി തൂങ്ങിച്ചാകാനായിട്ട് ഇതാ പോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ തലവനായിട്ട് വെച്ചയാൾ തള്ളി പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് വാവിട്ട് കാറുന്ന അവസ്ഥയില്ല. ബാക്കിയുള്ളവർ എതിരെ പോയി നടത്തും. ഒരാൾ മാത്രം അവിടെ ക്രിസ്ത്യനെ വിട്ട് യോഗന. ഇതുപോലെ പിന്നെ ഈശോയെ ശുശ്രൂഷ സ്വീകരിച്ച് പ്രസംഗിട്ട് നടന്നവരൊക്കെ ഇട്ടിട്ട് പോയി. അവർ കുറേ പേര് അവരെ ക്രൂശിക്കാൻ പറഞ്ഞ് കാഴ്ച കാണാൻ നിൽക്കുന്നു. അങ്ങനെ ക്രൂരമായ അനുഭവം, ഉപേക്ഷിക്കപ്പെട്ട അനുഭവം, ആർക്കും വേണ്ടാത്ത അനുഭവം, സ്വന്തം ജനതയോ സമൂഹമോ സ്വന്തം മതത്തിൻ്റെ അധികാരികളോ പുരോഹിതന്മാരോ മനസ്സിലാക്കുന്നതിന് പകരം അവർ ഈശോയെ എതിർക്കുന്നു, ഒറ്റിക്കൊടുക്കുന്നു, തള്ളിപ്പറയുന്നു, വിജാതി റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയെല്ലാം ഒരു പൂർണ്ണമായ പരാജയം ഈശോ ശുശ്രൂഷ മേഖല. ഇനി കുടുംബ മേഖല നോക്കിയാലും ഈശോയ്ക്ക് ഒരു കുടുംബം പോലും ഉണ്ടായില്ല. ഒരു ഭാര്യയില്ല, കുഞ്ഞുങ്ങളില്ല, കൂടപ്പിറപ്പുകളില്ല. അപ്പന് നേരത്തെ മരിച്ചുപോയി, അമ്മയുള്ളത് ഒറ്റയ്ക്ക് വിധവയാകാൻ പോകുന്നു. ഒരു തുണയില്ല. ആ തുണയില്ലാത്ത അവസ്ഥയിൽ അമ്മ ഏതാ പുരുഷൻ്റെ വേണ്ടി വാവിട്ട് കാറിക്കൊണ്ട് നിൽക്കുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ നിറക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് പറ്റിയെന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഒന്നും ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇല്ല. ജീവിതം കൊണ്ട് നോക്കുമ്പോഴും പ്രായമാകപ്പാട് 30-33 വയസ്സേ ആയിട്ടുള്ളൂ. ഈ അകാല സമയത്ത് അകാലത്തിൽ ഇങ്ങനെ മരിക്കേണ്ടി വരിക, പിന്നെ സമൂഹത്തിന് മുമ്പിൽ ഭീകരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുക, ഇതെല്ലാം എങ്ങനെ നോക്കിയാലും ഒന്നും പൂർത്തിയാകാത്തൊരു ജീവിതം. അങ്ങനെയുള്ള അവസ്ഥയുടെ നടുവിലും പിതാവിനോട് ഉള്ളു ചേർത്ത് നിൽക്കുമ്പോൾ ഈശോയ്ക്ക് തൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്, എൻ്റെ ദൈവം, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി നിശ്ചയിച്ച ദൗത്യങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി. ലോകത്തിൻ്റെ ഭാഷ നോക്കുമ്പോൾ പലത് പൂർത്തിയായിട്ടില്ലായിരിക്കും, പലതിന് ഉത്തരമില്ലായിരിക്കും, ഒന്നും ആയിട്ടില്ലായിരിക്കും. ആയിക്കോട്ടെ, അപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഈശോ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാം പൂർത്തിയായെന്ന് പറയാനും അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാനും സാധിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി വ്യക്തിക്ക് അറിഞ്ഞോട് സ്വീകരിക്കാൻ സാധിക്കുന്നതിൻ്റെ മരണമാണ് എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ ദൈവത്തോടെ ബന്ധത്തിൽ പൂർത്തിയാകേണ്ട സംഭവമാണ്. ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും, എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല, എപ്പം വേണേൽ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാ ചിന്തിക്കാതിരിക്കുന്നത്. മരിക്കും ചാകും എന്ന് ചിന്തിക്കുന്നവർ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ ഞാൻ പോയി ചത്തുകളയും, ചത്തപ്പം തന്നെ അത്രേ ഉള്ളൂ, എനിക്ക് പേടിയൊന്നുമില്ല, ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു മഹത്വത്തോടു കൂടി മരണത്തിൻ്റെ അനുഭവത്തെ സ്വീകരിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ അറിയണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ പങ്കുവച്ചതായ അനുഭവത്തിൽ
ആ ഒരു സന്യാസ ഭവനത്തിന്റെ കോമ്പൗണ്ടില് ഒരു മരണമുണ്ടായി. അതൊരു ആത്മഹത്യയായിരുന്നു. അപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ മഹത്വമുള്ള ഒരു അനുഭവമല്ല. അങ്ങനെയല്ല ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് മരിച്ചു കടന്നു പോകേണ്ടത്. അപ്പൊ അത് പൈശാചികമായ ഒരു വിജയമാണ്, പിശാചിന്റെ വിജയമാണ്. കാരണം പിശാച് കൊലപാതകയാണ്, കൊല്ലുന്നവനാണ്, സ്വയം കൊല്ലാനുള്ള പ്രേരണ ഇട്ടുകൊടുക്കുന്നതാണ്. പല പൈശാചിക സ്വാധീനത്തിൽപ്പെട്ട വ്യക്തിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് പലപ്പോഴും പോയി ചാകാൻ തോന്നുന്നു, ചാകാൻ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പങ്കുവെക്കൽ പൈശാചികമായ സ്വാധീനത്തിൽ പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്നതാണ്. മരിക്കാനുള്ള പല ശ്രമങ്ങൾ പോലും നടത്തുന്നതായിട്ട്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള പക്ഷേ ഈ ഒരുക്കമില്ലാത്ത മരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ അവിടെ ഇവിടെ എല്ലാം സംഭവിക്കാറുണ്ട്. ഈ വചന പങ്കുവെക്കൽ കേട്ടിരിക്കുന്ന നിങ്ങൾ പലരുടെയും ഭവനങ്ങളിൽ തന്നെ ചിലപ്പോൾ ആത്മഹത്യ നടന്നുണ്ടാവാം, കൊലപാതകം നടന്നുണ്ടാവാം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മരണത്തിലേക്ക് പോകാൻ പറ്റാതെ ഉള്ള മരണസംഭവങ്ങൾ നടന്ന അവസരമുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ സംഭവം നടക്കുന്ന ഭവനത്തില്, ആ പറമ്പില്, ആ മേഖലയില് ഒരു ദൈവത്തിന്റെ മഹത്വം തെളിയുന്നില്ല, ദൈവത്തിന് മഹത്വം ആകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പൗസ്റ്റീനയുടെ ഡയറി വായിക്കുമ്പോൾ ആ ഡയറിയിൽ മരണസമയത്ത് നടക്കുന്ന വലിയ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് പൗസ്റ്റീന പങ്കുവെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗസ്റ്റീനയുടെ ഡയറിയിൽ 1565 ഖണ്ഡികയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ഒരു നിമിഷ നേരത്തേക്ക് ചാപ്പല് പ്രവേശിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണയുടെ ജപമാല അവന് വേണ്ടി ചൊല്ലുക. ഞാൻ ആ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോൾ വളരെയധികം പീഡനങ്ങളുമായി മല്ലടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ദർശനത്തിൽ കാണുകയാണ്. അവന്റെ കാവൽമാലാഖ അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണക്കില്ലാത്ത വിധത്തിലുള്ള ആത്മീയ ദുരിതങ്ങളുടെ നടുവിൽ അയാൾ നിസ്സഹായനായി കാണപ്പെട്ടു. അനേകായിരം പിശാചുക്കള് അവന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ കരുണക്കൊന്ന് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഈശോയെ കണ്ടു. അത് കരുണയുടെ ചിത്രത്തിൽ ഈശോയുടെ രൂപം കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ രോഗിയായ ആ മനുഷ്യനെ പൊതിയുകയും ഉടനെ അന്ധകാര ശക്തിയിൽ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. ആ രോഗിയായ ആ മനുഷ്യൻ സമാധാനത്തിന് അന്ധശ്വാസം വരിക്കുകയും ചെയ്തു. എനിക്ക് പരിസരബോധം ഉണ്ടായപ്പോൾ മരണാസന്നർക്ക് കരുണയുടെ ജപമാല എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ആത്മഹത്യ ഒന്നുമല്ല, ദുർമരണമല്ല, ഒരുക്കമില്ലാത്ത മരണമല്ല. പക്ഷേ ഒരു മനുഷ്യൻ പാപാവസ്ഥ ജീവിച്ചിട്ട് മരണത്തിലേക്ക് കടന്നു പോകുന്നൊരു നിമിഷമാണ്. ആ സംഭവം ഒരു ഭവനത്തിൽ നടക്കുന്നു. അത് പൗസ്റ്റീനയ്ക്ക് ദർശനത്തിൽ കാണാൻ ഈശോ അവസരം കൊടുത്തു. എന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പൗസ്റ്റീനോട് ആവശ്യപ്പെടുകയാണ്, കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ. അപ്പൊ ദർശനത്തിന് ഈശോ പൗസ്റ്റീനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, കുറെയെല്ലാം പാപത്തിന്റെ അവസ്ഥയിൽ ജീവിച്ചു വന്ന ആ വ്യക്തിയുടെ മരണസമയത്ത് ആ വ്യക്തിയുടെ ആത്മാവിനെ, ആ വ്യക്തിയെ നിരാശയിലേക്ക് ചാടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനേകായിരം പിശാചുക്കൾ കാത്തിരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ചില കുടുംബാംഗങ്ങളുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പടം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ നാട്ടിൽ അധികം കാണാറില്ല പടം. എന്ന് വെച്ചാൽ മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗി, ആ രോഗിയുടെ പക്കൽ ഒരു വൈദികൻ നിന്നുകൊണ്ട് അന്ത്യകുദാശ കൊടുത്ത് തിരുപ്പാതയം നൽകി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ ഇങ്ങനെ കരഞ്ഞുമൊക്കെ ചുറ്റുപാട് നിൽക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു രംഗം ചിത്രീകരിക്കുന്ന പടത്തിൽ പക്ഷേ അതിനോടൊപ്പം ഒരു വശത്ത് പൈശാചിക അരുവികൾ ഇങ്ങനെ ആ വ്യക്തിക്ക് നിരാശ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഭീകരമായ വാശിയോടെ വൈരാഗ്യത്തോടെ ആക്രമിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നു. കാവൽ മാലാഖ, മറ്റു മാലാഖമാർ ചുറ്റും നിന്നുകൊണ്ട് ഈ മനുഷ്യന്റെ ഉള്ളത്തെ ഈശോയ്ക്ക് തിരിക്കാനായിട്ട് നോക്കുന്നു. സ്വർഗം മുഴുവൻ ഒരു താല്പര്യത്തോടെ രംഗം നോക്കി നിൽക്കുന്നു. അങ്ങനത്തെ ഒരു ചിത്രം നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ കുറച്ചൊരു കണ്ടിട്ടുണ്ടാവും. അതൊരു വെറുതെ ഭക്തിയുടെ ഒരു ചിത്രമാണ്, അവതരിപ്പിക്കലാണ് എന്നൊക്കെ ഒരു ചിന്ത വെച്ചുകൊണ്ട് അടുത്ത ആളുകളൊന്നും ആ ചിത്രം അവിടെ തന്നെ കാണാറില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പൗസ്റ്റീനയുടെ ഡയറിയിൽ ഒക്കെ കാണിച്ചു തരുന്നു, മറ്റു വിശുദ്ധരുടെ സംഭവങ്ങൾ ഇത് കാണുന്നുണ്ട്. മരണസമയത്ത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതം ഈ ഭൂമിയിൽ തീരുക എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിന്റെ കണക്കുമായിട്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് വരാൻ പോകുന്ന സമയമാണ്. അവസാനത്തെ പോരാട്ടം, ലാസ്റ്റ് അവസാന നിമിഷത്തില് എങ്ങോട്ടാണ് കയറി വരിക? നിരാശയിൽ പെട്ടിട്ട് ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തെ പഴിച്ചുകൊണ്ടും നിരാശയിൽ അങ്ങോട്ട് തീർന്നു പോകുന്ന അവസ്ഥയാണ്. സാത്താനാണ് അവസരം കിട്ടുന്നുണ്ട്. അവിടെ വലിയ പോരാട്ടം നടക്കുകയാണ്. അപ്പൊ പൗസ്റ്റീനയ്ക്ക് ഈശോ കാണിച്ചു കൊടുക്കുകയാണ്,
അനേകായിരം പിശാചുക്കളാണ് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യന് ചുറ്റും മുറിയിൽ നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ ജീവിതകാലത്തിന് പക്ഷെ കൊതാ ചെയ്ത കുറെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. തമ്പുരാന്റെ നിറക്കുള്ള കരുണയുടെ ആശ്രയിക്കുന്ന മനോഭാവം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഈശോ അവിടെ പ്രത്യേകമായിട്ട് ഇടപെട്ടിട്ട് തന്റെ കരുണയുടെ അപ്പസ്തലനായ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നീ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചേ, ആ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചേ. കരുണക്കൊന്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഈശോയുടെ പരിഹാര യോഗ്യതകളിലേക്ക് ഈ മനുഷ്യന്റെ ജീവിതം മുഴുവനെ എടുത്തു വെക്കുകയാണ്. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തിന്മകൾക്കും പരിഹാരമായി അങ്ങയുടെ വത്സര സ്വതനും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശ്വര പരിഹാര യോഗ്യതയിലേക്ക് ഈ മനുഷ്യന്റെ അഴുക്കുകളെല്ലാം ഇങ്ങനെ പൗഷ്ടികനെ അവിടെ നിന്നുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപത്തെ ഉന്നം വെച്ചുകൊണ്ടും പാപം ചൂണ്ടിക്കാണിച്ച് അവകാശം പറഞ്ഞു നിന്ന പൈശാചിക അരൂപികൾ എളിപ്പിരായി നിസ്സഹായരായി. കൊളോസസ് ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തില് പൗലോസപ്പോസ്തലൻ ഇതേക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, കുരിശില് ചിന്തിയ രക്തത്താൽ ഈശോ പൈശാചിക അരൂപികളെ എല്ലാം നിരായുധരാക്കി അവരെ പരസ്യമായ അവഹേളന പാത്രമാക്കി നമുക്ക് വിരോധമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെല്ലാം, നമുക്ക് വിരോധമായി നിന്നിരുന്ന പാപത്തിന്റെ സാഹചര്യങ്ങളെല്ലാം കുരിശിലെ ചിന്തിയ രക്തം വഴി കഴുകി മാറ്റി ദൂരീകരിച്ചു. കൊളോസസ് ലേഖനം 2-ാമത്തെ അധ്യായത്തില് 14-15 തിരുവചനങ്ങൾ 1-ാമത്തെ 20-ാം വാക്യത്തിലും സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവന് കുരിശു ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ആ കുരിശു ചിന്തിയ രക്തം, കുരിശിൽ മുറിച്ച് തന്റെ ശരീര രക്തങ്ങളും ചിന്തിയ രക്തവും ശരീരവും ആ ബലിയുടെ യോഗ്യതയിലേക്ക് ഈ മനുഷ്യന്റെ അഴുക്കുകളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ വിശുദ്ധയായ ഫൗസ്റ്റീനയുടെ സഹായം ഈശോ ആവശ്യപ്പെട്ടു. അത് ആ മനുഷ്യന് കിട്ടി. അതുകൊണ്ട് ആ പോരാട്ടത്തില് പിശാചുക്കൾ പരാജയപ്പെട്ടു. ഈ സംഭവം നമ്മളിപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുന്നതിന്റെ കാരണം, ഒരു വീട്ടില് പറമ്പില് ഒരു ആത്മഹത്യ സംഭവിക്കുമ്പോൾ, ഒരു കൊലപാതകം സംഭവിക്കുമ്പം അതൊരു യാദൃശ്ചിക, ഒരു മാനുഷിക, ഒരു ദൗർഭാഗ്യ സംഭവം മാത്രമല്ല. അവിടെ വലിയൊരു ആത്മീയ പോരാട്ടം അരങ്ങേറുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ വേദി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഓരോ പ്രാർത്ഥനയുടെ വേദിയിലും അവസരത്തിലും ആത്മീയമായി അനേക സാന്നിധ്യങ്ങൾ നമ്മുടെ പക്കലേക്ക് വരുന്നുണ്ട്. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം, പ്രത്യാശിക്കുന്ന ലഭിക്കുന്നുള്ള ഉറപ്പ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ കാണുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന കാണപ്പെടാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അച്ഛനോട് വചനം പങ്കുവെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പുറകിൽ ഈശോയുടെ ചിത്രം വെച്ചിട്ടുണ്ട്, പശുത്തെ അമ്മയുടെ തിരുസരോട് വെച്ചിട്ടുണ്ട്. അത് വെറും ചിത്രം തിരുസരവ് മാത്രമല്ല, എനിക്ക് 101% ഉറപ്പാണ് എൻ്റെ ഈശോ ഇവിടെ ഉണ്ട്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. ആ ഈശോയുടെ എൻ്റെ ഉള്ളിൽ ചേർത്ത് നിൽക്കുകയാണ്. ഈശോ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഞാൻ പങ്കുവെക്കുന്നത്. അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മറ്റു ദൃശ്യം മാനവരും വിശുദ്ധരെല്ലാം ഇവിടെ ഉണ്ട്. കാരണം ഇതൊരു ആത്മീയ പ്രക്രിയ നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, താബോർ ഈശോ പ്രാർത്ഥിക്കാൻ പോയി 3 പേരെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പക്ഷെ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ വേറെ 3 പേരെ കൂടെ അവിടെ നമുക്ക് കാണാൻ വചനം പറഞ്ഞു തരുന്നുണ്ട്. മോശ, ഏലിയ, പിതാവായ ദൈവം. അങ്ങനെ 6 പേര് ഈശോയ്ക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഏതൊരു നിമിഷത്തിലും ഇതുപോലുള്ള ആത്മീയ സാന്നിധ്യങ്ങള് നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ വിശ്വാസമുള്ള ഏതൊരു വ്യക്തിയും തിരിച്ച് അറിയണം. അപ്പൊ നമ്മളൊരു ആത്മഹത്യയുടെ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു കൊലപാതകത്തിന്റെ സംഭവം നടക്കുമ്പോൾ, അവിടെ ആ ഒരു വ്യക്തി അല്ലെ സ്വയം മരിക്കാൻ ചിന്തിക്കുന്ന വ്യക്തി, അല്ലെ കൊലപാതകം നടത്താൻ നോക്കുന്ന വ്യക്തി, കൊല്ലപ്പെടുന്ന വ്യക്തി, അങ്ങനെ 1-2 പേര് 3 പേര് മാത്രമല്ല അവിടെ ഉള്ളത്. അവിടേക്ക് അനേകർ കടന്നു വരികയാണ് അരൂപികൾ. ദൈവത്തിന്റെ മാലാഖ, വ്യക്തിയുടെ കാവൽ മാലാഖമാര് തമ്പുരാനുപരി കരഞ്ഞു നിന്നുകൊണ്ട് ഇവരെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ അനേക പൈശാചിക അരൂപികള് ഇത്ര ഒരു വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും, ഒരു കൊലപാതകമാണെങ്കിലും വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്ക് ആ വ്യക്തി അവർ കടന്നു വരാൻ പാകത്തിന് അവരെ നാളുകളായിട്ട് ഉള്ളിൽ പിടുത്തമിട്ട് വെറുപ്പ് കയറ്റി വെച്ച്, കുറ്റപ്പെടുത്തലുണ്ടാക്കി വെച്ച്, അകർച്ച ഉണ്ടാക്കി, വൈരാഗ്യം ജ്വലിപ്പിച്ച്, അങ്ങനെ പകയും വിദ്വേഷവും ഒക്കെ ആയിട്ട് കൊടുത്ത് ഉജ്ജരിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു നിമിഷത്തിൽ വന്നിട്ട് കൊലപാതകം പറ്റുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാനായിട്ട് മാക്സിമം നോക്കിക്കൊണ്ട് നിൽക്കുന്ന പൈശാചികൾ നമ്മൾ ആവർത്തിച്ച് കണ്ട വചനഭാഗമാണ്. കായേന്റെ ഒരു കൊലപാതക അവസ്ഥയിലേക്ക് പോകുന്ന രംഗം ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഖണ്ഡികയില് അവിടെ തമ്പുരാൻ പറയുന്നുണ്ട്, പരുപാതത്തിൽ പതിയിരിക്കുന്ന മോനെ നിന്നെ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് വെറുപ്പ് വിദ്വേഷവുമായിട്ട് കൊലപാതക രീതിയിലൊക്കെ പോകുന്ന വ്യക്തികളെ ഉന്തിയും തള്ളി അവരെ വലിച്ചവർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അവരെ ഇങ്ങനെ പൊതിഞ്ഞ് എന്ന പോലെ പൈശാചിക അരൂപികള് ആ വ്യക്തികൾക്ക് ചുറ്റും കുമിഞ്ഞു കൂടുന്നുണ്ട്. ഒരു കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് പൈശ സാന്നിധ്യത്തിൽ വന്ന് കയറുന്നുണ്ട്.
ഒരു അപകടമൊക്കെ ഒരു റോഡരികിൽ ഉണ്ടായാൽ കാട് പിടിച്ച് കിടക്കുന്ന റോഡ് അതിൻ്റെ അരികിൽ കാട് പിടിച്ച സ്ഥലം, ഒരു വാഹനം അവിടെ മറിഞ്ഞെന്ന് വിചാരിക്കുക. ആ വാഹനം അവിടെ മറിഞ്ഞു, അതോടുകൂടി അനേകർ അവിടെ ഓടിക്കൂടും അവരെ ആൾക്കാരെ രക്ഷിക്കാൻ, ആ വണ്ടി പൊക്കിയെടുക്കാൻ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാർ കാഴ്ച കാണാൻ വരുന്നവർ, അങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് ആ ഒരു അപകടത്തിൽപ്പെട്ടവരെ പൊക്കിയെടുത്തു. മരിച്ചൊന്നുമില്ലെന്ന് വിചാരിക്കുക, പരിക്ക് പറ്റുന്നത്. പക്ഷെ പൊക്കിയെടുത്തു, പിന്നെ വാഹനം പൊക്കിയെടുത്തു. അതെല്ലാം കഴിയുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ആ സംഭവം എല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പം ആ പ്രദേശം, ആ സ്ഥലം, അപകടമുണ്ടായ സ്ഥലം അതുവരെ കിടന്ന പോലെ അല്ല കിടക്കുന്നത്. അതുവരെ അത് കാട് പിടിച്ച് വെള്ളം പിടിച്ച് കാട്ടുപൂക്കളൊക്കെ വളർന്ന് പിടിച്ച് ഇങ്ങനെ റോഡിങ്ങനെ വേലിയൊക്കെ ഭംഗിയായിട്ടിരുന്ന് അങ്ങനെ കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പം അവിടെ എന്താ വെയിൽ പൊടിഞ്ഞു കിടക്കുന്നു, പുല്ലും പള്ളയെല്ലാം വെട്ടിമറിച്ചിട്ടിരിക്കുന്നു, കുറെ മണ്ണെല്ലാം പൊടിഞ്ഞു കിടക്കുന്നു. എന്തൊക്കെയോ സംഭവം നടന്നിട്ടുണ്ട് അവിടുത്തെ രീതിയെല്ലാം മാറിപ്പോയി. ആൾക്കാരൊക്കെ ചവിട്ടി പെറുക്കി എല്ലാം പള്ളയെല്ലാം മാറി ഒരു പ്രത്യേക അവസ്ഥയോടെ വന്നു കഴിഞ്ഞു. അത്രയും പെരുമാറ്റം അവിടെ വന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കൊലപാതകവും ആത്മഹത്യവും നടക്കുമ്പോൾ അവിടെ ഒരുപാട് പൈശാചിക അരൂപികളുടെ സാന്നിധ്യം, പെരുമാറ്റം, പോരാട്ടത്തിന്റെ ഒരു അനുഭവം എല്ലാം ആ വീട്ടിലെ പറമ്പില് സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഒരു സംഭവം അത് ഒരു ആത്മഹത്യയിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കയറിയ തിന്മയുടെ അരുവികളുടെ സാന്നിധ്യം കൊണ്ട് ആ സ്ഥലം അശുദ്ധമാകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കൊലപാതകം ഉണ്ടായി, ആത്മഹത്യ ഉണ്ടായി എന്ന് പറയുമ്പോൾ സംഭവത്തിന്റെ പേരിൽ അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോയി ശരിയായില്ലെന്ന് മാത്രമല്ല, അവിടെ തിന്മയ്ക്ക് അവകാശം കിട്ടിയിട്ടുണ്ട്. ശവം എവിടെയോ കഴുകനോ അവിടെ എന്ന് പറഞ്ഞ പോലെ തിന്മ എവിടെ സംഭവിക്കുന്നു അവിടെ തിന്മയുടെ അരുവികൾ വന്ന് കയറും. റോമാരൂപതയുടെ എക്സോസിസ്റ്റ് ആയി ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്ത ഗബ്രിയേൽ മാർത്തച്ഛന്റെ പുസ്തകങ്ങൾ, 2ാമത്തെ പുസ്തകമാണ് എക്സോസിസ്റ്റ് മോർ സ്റ്റോറീസ്. ഇതിനകത്ത് അവസാന ഭാഗത്ത് കുറെ കത്തുകൾക്ക് അച്ഛന് ഉത്തരം കൊടുക്കുന്ന രംഗമുണ്ട്. അവിടെ ഒരു കത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: We were very distressed by strange nightly noises we would hear in our house. ഒരു വ്യക്തി എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടില് രാത്രിയിൽ ഇങ്ങനെ ഒത്തിരി അവസരങ്ങൾ കേൾക്കുന്നു, അതുവഴിയായിട്ട് ഞങ്ങൾ കുറെ നാട് വളരെ അസ്വസ്ഥപ്പെട്ടായിരുന്നു. Later we found out that the former tenant had committed suicide by hanging himself there. പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി നേരത്തെ അവിടെ വാടക താമസിച്ചിരുന്ന വാടകക്കാരിൽ വാടകക്കാരൻ അവിടെ തൂങ്ങി മരിച്ചതാണ്. Following the advice of a friend who belonged to Renewal in the Spirit, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ഒരു സുഹൃത്തിന്റെ ഉപദേശപ്രകാരം we had many Gregorian masses celebrated for his soul and the noises ceased. ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു ഈ മരിച്ച ആളിന് വേണ്ടി, അതോടുകൂടി ശബ്ദമെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. I could tell you other phenomena that can be attributed to the dead. ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ, അപമരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങൾ എനിക്ക് വേറെയും പറയാനായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ച അച്ഛനൊരു ഉത്തരം കൊടുക്കുകയാണ്. ആ ഉത്തരത്തിന്റെ തലം ഇത് തന്നെയാണ്. അവിടെ ഈ ഒരു ആത്മഹത്യ സംഭവിച്ചു, നേരത്തെ താമസിച്ചിരുന്നയാള് അതറിയാതെ ഇവർ കയറി താമസിച്ച ആ വീട്ടില്. ഇപ്പോൾ അവർക്ക് ആ വീട്ടിൽ സ്വസ്ഥോടെ താമസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ രാത്രിയിൽ അവസരങ്ങൾ കേൾക്കുകയാണ്, ഉറക്കം പറ്റുന്നില്ല. അത് അന്വേഷിച്ച് വന്നപ്പോൾ അവർ കിട്ടുന്ന പരിഹാര പ്രവൃത്തി അവർ മനസ്സിലാക്കിയത് കുർബാന ചൊല്ലിക്കുക. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്ന ഒരു കുർബാന രീതിയിൽ നമുക്കറിയാം, 30 ദിവസം അടുപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി മരണക്ക് വേണ്ടിയോ കുർബാന ചൊല്ലിപ്പിക്കുന്ന ഒരു രീതി പരമ്പരാഗതമായിട്ട് സഭയിലുണ്ട്, ഇന്നും അതുണ്ട്. അപ്പോൾ അത് ഉത്തരവാദിത്വം വെക്കുന്ന അച്ഛൻ മുടങ്ങാതെ 30 ദിവസം അടുപ്പിച്ച് ആ വ്യക്തിക്ക് വേണ്ടി കുർബാന ചൊല്ലിയിരിക്കണമെന്നാണ്. അപ്പം അങ്ങനെ കുർബാന ഇവർ ചൊല്ലിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ തീർന്നു പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കാണുകയുണ്ടായി പിശാചിന് അവകാശം കിട്ടുന്ന സ്ഥലം. എങ്ങനെയൊക്കെയാണ് അവകാശം കിട്ടുക? നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാണുകയുണ്ടായി, പൈശാചിക അരുവികളെ വിളിച്ചു വരുത്തി കുടിയിരുത്തുന്നു, പൈശാചികമായ കർമ്മങ്ങൾ ചെയ്യുന്നു, ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് പിശാചിനൊരു അവകാശം കിട്ടുന്നുണ്ട്, അവരെ വിളിച്ചു വരുത്തുകയാണ്. ഇപ്പം നമ്മൾ പങ്കുവെച്ചതായ ഒന്ന് ഞാൻ എൻ്റെ ശുശ്രൂഷാനുഭവത്തിൽ അനുഭവിച്ച കാര്യം, മറ്റൊന്ന് അച്ഛൻ പങ്കുവെക്കുന്ന കാര്യം. ഈ 2 സംഭവങ്ങളിലും മറ്റൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ദുർമരണങ്ങൾ, പ്രത്യേകിച്ച് ആത്മഹത്യ ഒരു സ്ഥലത്ത് സംഭവിക്കുമ്പോൾ അവിടെ തിന്മയുടെ സ്വാധീനം ശക്തമായിട്ട് കടന്നു വരുന്നു. ഒരിക്കലും ഒരു കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എവിടെയോ അത് അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി നന്നായിട്ട് പെരുമാറി ഇരുന്നൊരു കുട്ടി, നല്ല മെടുക്കിയായി കുട്ടി, നല്ല പ്രാർത്ഥന എല്ലാം ഉണ്ട്, 18 വയസ്സുള്ള പെൺകുച്ച്. പക്ഷെ ഒരു പ്രത്യേക അവസരം വന്നപ്പോൾ വല്ലാത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു, അസ്വസ്ഥത കാണിക്കുന്നു, ബഹളം വെക്കുന്നു.
ചീത്ത വിളിക്കുന്നു, പ്രാർത്ഥിക്കുകയല്ല, അങ്ങനെയെല്ലാം വന്ന് ആശുപത്രി കൊണ്ടുവന്നിട്ട് ആവശ്യം പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ എൻ്റെ പക്കൽ കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വന്ന കൂട്ടത്തിൽ വന്ന ആൾക്കാരെല്ലാം കുമ്പസാരിച്ച് പ്രാർത്ഥന എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു ഫ്രീ ആയി എന്ന അനുഭവം. ആ അനുഭവത്തിൽ ഞാൻ ആ കുടുംബങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, അതൊരു ചെറിയ തറവാട് വീടാണോ, ആ കുടുംബത്തിലെ മൂത്ത മകന് മാറി താമസിക്കുന്നുണ്ടായിരുന്നു. ഈ മാറി താമസിക്കുന്ന മകന് അപ്പനുമായിട്ടും അനിയന്മാരുമായിട്ടും കുറെ പ്രശ്നങ്ങളും അകർച്ചയും വഴക്കുമായിട്ടെല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു വഴക്കും മക്കാനും ഒക്കെ ആയിട്ട് വന്നും പോയി എല്ലാം നടത്തുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഈ മൂത്ത മകന് ഈ തറവാട്ട് വീടിൻ്റെ വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ ആരും അറിയാതെ ഈ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കഴുക്കോല്ലോ മറ്റോ ഇങ്ങനെ തൂങ്ങി മരിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അസ്വസ്ഥത വരാനിട വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. തിന്മ നല്ലതുപോലെ പതിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ. അപ്പം നമ്മുടെ കുടുംബങ്ങളിലോ നമ്മൾ ഉപയോഗിക്കുന്ന പെരയിലോ പറമ്പിലോ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ, പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവഗണിക്കരുത്, ഭയപ്പെടരുത്. അതിനെ നമ്മൾ പരിഗണിക്കണം, ആത്മീയമായിട്ട് പരിഗണിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സാധിക്കുക? ഒന്നാമത്തെ സംഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ വീട്, ആ സന്യാസ ഭവനം ഉത്തരവാദിത്തപ്പെട്ട അധികാരിയുടെ അനുവാദം മേടിച്ചുകൊണ്ട് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചു. അതോടുകൂടെ ആ തിന്മയുടെ സാന്നിധ്യം വിട്ടുപോയി. അപ്പൊ ഈശോയുടെ കുരിശിന്റെ ശക്തി ആ ഭവനത്തിലേക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പതിപ്പിക്കുകയാണ് വെഞ്ചരിപ്പ് വഴിയായിട്ട്. വെഞ്ചരിക്കുമ്പോൾ ചെയ്യുന്നത് എന്താ? അച്ഛന് വെഞ്ചരിക്കുന്ന വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിലാണ് വന്ന് നിൽക്കുക. പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ചാപ്പലിൽ വന്ന് നിന്നിട്ട് പ്രാർത്ഥന ആരംഭിച്ച് ആ ഭവനം മുഴുവൻ തമ്മിലാണ് കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത് അങ്ങനെ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വിശുദ്ധയിൽ തളിച്ചുകൊണ്ട് ആ ഭവനം പരിസരം മുഴുവനും ആ വിശുദ്ധീകരണ സ്പർശനത്തിലേക്ക് കൊടുക്കുകയാണ്. വിശുദ്ധയിൽ തളിച്ചുകൊണ്ട് പോകുമ്പോൾ സമൂഹം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന മുറിയിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. തിന്മ ഒരു പ്രത്യേക സാഹചര്യം വഴി അവിടെ വന്ന് കയറി ആ തിന്മയെ നമ്മൾ ദൂരീകരിക്കുകയാണ്. ആ ദൂരീകരിക്കുന്ന ഭാഗമാണ് ആ വീടും പരിസരം മുഴുവൻ വിശുദ്ധീകരണം തളിക്കുന്നു. വിശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുരിശടയാളം വെള്ളത്തിൽ ഒരു സാധാരണ വിശ്വാസി പോലും ഒന്ന് അറിഞ്ഞുകൊണ്ട് വരച്ചാൽ ആ വെള്ളത്തിൽ ഈശോയുടെ തിരുരക്തം കരുതുന്ന അനുഭവം ഉണ്ടായിരുന്ന പൈശാചിക ആത്മാക്കള് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ് പ്രതികരിക്കുന്ന അനുഭവങ്ങൾ നേരത്തെ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ഔദ്യോഗികമായ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വെഞ്ചരിക്കുന്ന ജലം, വിശുദ്ധ ജലം, അത് എത്രയോ അധികമായിട്ട് പവർഫുള്ളാണ്. ആ വിശുദ്ധ ജലമാണ് നമ്മുടെ സഭയുടെ അധികാരത്തിൽ ഇവിടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തളിച്ചുകൊണ്ട് ആ പ്രാർത്ഥന കരുത്തിലേക്ക് ആ ഒരു ഭവനവും പരിസരം മുഴുവനും നമ്മൾ ഉൾച്ചേർത്ത് എടുക്കുക. അതുവഴിയായിട്ട് ആ പറമ്പിലോ വീട്ടിലുള്ള തിന്മയെല്ലാം നമ്മൾ ദൂരീകരിക്കുകയാണ്. അതൊരു ആത്മീയ പോരാട്ടത്തിന്റെ മനോഹരമായ അനുഭവമാണ്. യഥാർത്ഥത്തിൽ വീട് വെഞ്ചരിപ്പ് നമ്മളെ പറ്റി അല്പം പിന്നീട് ചിന്തിക്കും. വീട് വെഞ്ചരിപ്പ് എന്നുള്ള ശുശ്രൂഷ തന്നെ ആവശ്യമായിട്ട് വന്നത് ഈ പറമ്പുകളിലും വസ്തുക്കളിലും ഒക്കെ വന്ന് കിടക്കുന്ന തിന്മയെ ദൂരീകരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. നമ്മളതേപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട കാര്യങ്ങൾ ഓർമ്മിക്കുമല്ലോ. അപ്പോൾ ദൂരീകരിച്ചിട്ട് വേണം അവിടെ നമുക്ക് താമസിക്കാൻ, എങ്കിലേ ആ ഒരു സംരക്ഷണം കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി രൂപം കൊണ്ടതാണ് വെഞ്ചരിപ്പ് തന്നെ. വെറും ഒരു പാലുകാച്ചൽ ചടങ്ങോ അല്ലെങ്കിൽ ഹൗസ് വാമിങ് പരിപാടിയോ ആൾക്കാരെ വിളിച്ച് സന്തോഷം അറിയിക്കുന്നത് മാത്രമല്ല, അത് വളരെ രണ്ടാമതോ മൂന്നാമതോ ഉള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിശ്വാസിക്ക് ഈ തിന്മയുടെ സകല സ്വാധീനങ്ങൾ മാറ്റിയെടുക്കുക. നമ്മൾ കണ്ടില്ലേ ഹോരമലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഈ സ്ഥലം പരിശുദ്ധമാണെന്ന് പറയുമ്പം മറ്റു സ്ഥലങ്ങൾ പരിശുദ്ധമല്ല, ആ ചിന്തയെല്ലാം അവിടെ ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ അശുദ്ധിയും മാറ്റാൻ വേണ്ടിയാണ് സാധാരണ വെഞ്ചരിപ്പ്. എന്നാൽ ആ വെഞ്ചരിപ്പ് തന്നെ നമ്മൾ കുറെ കൂടെ ഒരുങ്ങി പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വരുന്നു. പ്രത്യേകമായ രീതിയിൽ അസാധാരണമായി തിന്മ പതിഞ്ഞു പോയ അവസ്ഥ ഒരു വീട്ടിലോ പറമ്പിലോ ഉണ്ടെങ്കിലും. അപ്പൊ ഈ വിശുദ്ധേനെ നമ്മൾ തളിക്കുമ്പോൾ അവിടെ കുരിശിന്റെ മുദ്ര നമ്മൾ അവിടെയെല്ലാം പതിക്കുന്നു. ഈശോയുടെ തിരുരക്തം അവിടെ തളിക്കുന്നു. തിരുരക്തം ചെന്ന് വീഴുമ്പോൾ നമ്മൾ കൊളോസസ് 2 കണ്ടതുപോലെ പൈശാചികമായ അവകാശത്തിന്റെ വിഷയമായ പാപത്തെ മുഴുവൻ ഈശോ മായ്ച്ചു കളഞ്ഞ ആ തിരുരക്തത്തിന്റെ സ്പർശനം കൊണ്ട് ആ ഭവനവും പറം മുഴുവൻ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ വികാരിച്ചിനെ വിളിച്ചോ അച്ഛന്മാരെ വിളിച്ചൊക്കെ പ്രാർത്ഥന നടത്തുമ്പോൾ അത് ഒരൊറ്റ സംഭവങ്ങളും അത് നിർത്തരുത്. അതേ തുടർന്ന് നമുക്ക് വീണ്ടും ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളൊക്കെ ഈ വിശുദ്ധേനം തളിച്ചുള്ള ഒരു പോരാട്ട അനുഭവം, പെരുമാറ്റം വീണ്ടും തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. പല കുടുംബങ്ങളിലും ഒരു വെഞ്ചരിപ്പ് കൊണ്ട് നിർത്തരുത്. നമുക്ക് എല്ലാ ദിവസവും അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിക്കാൻ പറ്റത്തില്ല, അതിന് ആവശ്യമില്ല, അത് നടക്കുകയില്ല.
അതിന് പകരം എന്താ, നമ്മുടെ കുടുംബം താമസിക്കുന്ന വ്യക്തികൾ നമുക്ക് വിശുദ്ധേലം ഉപയോഗിക്കാമല്ലോ, അതിന് പ്രത്യേക അനുവാദമൊന്നും ആവശ്യമില്ല. വിശുദ്ധേലം വെഞ്ചരിച്ച് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ വീടും പരിസരവും ഒക്കെ ഒരു പക്ഷേ ഉദാഹരണത്തിന് ആഴ്ച ഒരു ദിവസം ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടെ വേണമെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ച് കൂടി ജവമാലയൊക്കെ ചൊല്ലി വേണം അതിന് മുമ്പൊന്ന് കുമ്പസാര ചൊരുങ്ങി പള്ളിയിൽ പോയി ഈശോയെ സ്വീകരിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് അതിന് കൂട്ടായ്മയിൽ ഇരുന്ന് കുറച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ജവമാലയൊക്കെ ചൊല്ലി ഒരു വിശ്വാസമാണ് ചൊല്ലി കടക്കന്ന് ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് എന്തെങ്കിലും പ്രാർത്ഥന വീണ്ടും ചൊല്ലിക്കൊണ്ട് ഈ വിശുദ്ധേലം തളിച്ചുകൊണ്ട് കുടുംബനാഥയോ മറ്റു എല്ലാവരും ഒരുമിച്ച് വേണമെങ്കിൽ ഒരു ദീപികാരൻ്റെ പ്രദർശനം പോകുന്ന പോലെ അല്ലെങ്കിൽ ജവമാല പ്രദർശനം പോകുന്ന പോലെ അല്ല അച്ഛൻ്റെ വെഞ്ചരിപ്പിന് വന്നപ്പോൾ വീടിൻ്റെ മുറികളും പരിസരവും എല്ലാം കുടുംബനാഥനോടൊപ്പം പോയി വിശുദ്ധ തളിച്ച പോലെ എങ്കിലും അങ്ങനെ പോയി വിശുദ്ധേലം തളിക്കണം. അപ്പോൾ ആ സഭയുടെ ശുശ്രൂഷ വഴി അവിടെ പതിഞ്ഞതായ ആ ദൈവിക സാന്നിധ്യത്തെ സ്പർശനത്തെ നമ്മൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കണം. ഓരോ സഭസ്ഥാനൻ തിമോത്തിക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം, എൻ്റെ വീണ്ടും നീ ഉജ്ജ്വലിപ്പിച്ച് എടുക്കണം എന്ന അപ്പോസ്തലൻ തിമോത്തിക്കുള്ള രണ്ടാമത്തെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 6-7 തിരുവചനങ്ങൾ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഉജ്ജ്വലിപ്പിക്കണം, ഇത് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഒരു തൈ കിട്ടിയാൽ അതിനെ വളർത്തിയെടുക്കണം, ഒരു തീപ്പര് കിട്ടിയാൽ അതിനെ ഊതി കത്തിച്ച് വലിയ ജ്വലിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരണം. അപ്പോൾ കൃപാവരങ്ങൾ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഉണ്ടാകണം, അഭിഷേക കത്തലുണ്ടാവണം. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ദുർമരണങ്ങളോ ആത്മഹത്യകളോ സംഭവിച്ച ഭവനം അവസ്ഥ നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ പറമ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇത് നമ്മൾ ചെയ്യണം. ആണ്ടിൽ ഒരിക്കലെങ്കിലും നമുക്ക് നമ്മുടെ വികാരച്ചനെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് വിളിച്ച് വരുത്തി വീടൊന്ന് വെഞ്ചരിപ്പിക്കുക. പൊതുവായി വെഞ്ചരിപ്പൊക്കെ ഇടയ്ക്ക് മാത്രമേ കാണുള്ളൂ, അച്ഛന്മാർ വരുമ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ അത്ര നടക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരുടെ ചരമവാർഷികമോ അല്ലെ കുടുംബത്തിലെ അപ്പായുടെ അമ്മയുടെയും വിവാഹ വാർഷികമോ അല്ലെ ഒരു ജന്മദിനോ ഒക്കെ വരുമ്പോൾ ആണ്ടിൽ ഒരു അവസരം എങ്കിലും അങ്ങനെ വിശേഷമായിട്ട് മനസ്സിൽ കണ്ടിട്ട് അത് നേരത്തെ അച്ഛൻ്റെ പക്കം ചെന്ന് പറഞ്ഞ് ആ ദിവസം കുർബാനയ്ക്ക് വന്ന് പൈസ കൊടുത്തേപ്പിച്ച് എല്ലാവരും പള്ളിയിൽ ചെന്ന് കുർബാനയെ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ച് കുമ്പസാരിച്ചൊരുങ്ങി എല്ലാവരും കൂടെ അന്ന് വീട്ടിൽ വന്ന് അച്ഛനെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് അങ്ങനെ വീട് മുഴുവൻ വെഞ്ചരിച്ചെടുത്ത ആ ഒരു കരുത്ത് അത് പിന്നെ മറ്റവസരങ്ങളിൽ നമ്മൾ തന്നെ പുതുക്കിയെടുക്കുക. ഇങ്ങനെ പോരാട്ടത്തിലൂടെ നമുക്ക് ഈ ഒരു തിന്മയുടെ സാഹചര്യത്തെ നമുക്ക് പറിച്ച് മാറ്റിക്കളയാനായിട്ട് പറ്റും. ഏത് ഈ ആത്മഹത്യ, ദുർമരണം, കൊലപാതകം വഴി നമ്മുടെ മണ്ണിൽ പതിഞ്ഞു പോയ പൈശാചിക അവസ്ഥ, സ്വാധീന അവകാശത്തെ തീർത്തെടുക്കാൻ. ഇനി അത് മുഴുവൻ പറഞ്ഞു പോയില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഉപദ്രവിക്കുകയില്ലാത്ത അവസ്ഥയിലായാലും നിർവീര്യമാക്കാൻ ലൂക്കാ 10:19 സകല തിന്മശക്തിയിൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നുകൂടെ ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയെ മാറ്റിയെടുത്തുകൊണ്ട് അവിടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ആ ഒരു വെഞ്ചരിപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞല്ലോ, രണ്ടാമത്തെ സംഭവം അമർത്ത പറയുന്ന അനുഭവത്തിൽ അവർ വിശുദ്ധ കുർബാന ചൊല്ലിച്ചു. വിശുദ്ധ കുർബാന ചൊല്ലിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വര പരിഹാര യോഗ്യതയിലേക്ക് ആ ഒരു ദുർമരണം, ആത്മഹത്യയുടെ സംഭവത്തെ ചേർത്ത് വെക്കുകയാണ്. സകല തിന്മയ്ക്കുള്ള പരിഹാരം ഈശ്വര പരിഹാരം ബലിയാണ് നമുക്കറിയാം. അപ്പോൾ കുർബാന ചൊല്ലിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണം. അത് ഒരുപാട് ചെയ്യാനായിട്ടല്ല ആവശ്യപ്പെടുന്നത്. നമുക്കതൊരു ആ സംഭവത്തിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, നമ്മൾ ഒത്തിരി അടുത്ത ബന്ധപ്പെട്ട സാഹചര്യമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ആത്മഹത്യ കൊലപാതകം നടന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ കുടുംബ വീട് പറമ്പുമായിട്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് ആത്മഹത്യ നടന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ നിയോഗം വെച്ച് തന്നെ കുർബാനയിൽ പ്രാർത്ഥിക്കണം. പറ്റുന്ന പോലെ കുർബാന ചൊല്ലിക്കുക. ചുമ്മാ കുറച്ച് പൈസ കൊണ്ട് അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോരരുത്. നമ്മൾ അച്ഛൻ്റെ പക്കം ചെന്ന് കുർബാനയ്ക്ക് ഏൽപ്പിക്കുന്നത് ഒത്തിരി കുർബാനയ്ക്ക് ഒരുമിച്ച് ഏൽപ്പിക്കുന്നതിന് പകരം അത് അച്ഛന്മാർക്ക് അങ്ങനെ ഓർത്ത് ചെല്ലാനൊന്നും പറ്റിയായിരിക്കും. ഒരു കുർബാനയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചൊല്ലും അച്ഛനെ ഏറ്റെടുത്താൽ. അത് സമയം അല്ലാതെ നമ്മൾ പോയി 2 ആഴ്ചത്തേക്ക് 10-15 ദിവസം അല്ലെ 15 കുർബാന 30 കുർബാന മൊത്തം കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛനത് വാങ്ങിച്ചു വെക്കും, ഉത്തരവാദിത്തം വെക്കും കുറിച്ച്. പക്ഷേ അച്ഛൻ്റെ 1 വർഷത്തിൻ്റെ കൈ വേറെ കുർബാന ഏൽപ്പിക്കും. അങ്ങനെ പോയി പിന്നെ ആ കുർബാന അതവിടെ ഇരിക്കുന്നു. പിന്നെ അച്ഛന്മാർ വാർഷിക ധ്യാനം വരുന്ന അവസരത്തിൽ 100-ലധികം കുർബാന നിയമങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് അരമനയിൽ വിശ്വസ്തത്തിന് ഏൽപ്പിക്കണമെന്നാണ് രൂപത നിർദ്ദേശം. അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന കുർബാന ആ നിയോഗം എന്താണേലും ആ കുർബാനപ്പണമായ സഹിതം എണ്ണ സഹിതം അവിടെ ഏൽപ്പിച്ചു കഴിയുമ്പം അത് പ്രത്യേക അക്കൗണ്ടായിട്ട് അരമനയിൽ വിശ്വസ്തത്തിലുണ്ട്. അത് മറ്റച്ഛന്മാർ ഈ ഇടവകയിലൊക്കെ അല്ലാത്ത അച്ഛന്മാർ സ്ഥാപനങ്ങളിലും സെമിനാറുകളിലും കോളേജുകളിലും അല്ല മിഷൻ പ്രദേശങ്ങളിലൊക്കെ കുർബാന ആരും ഏൽപ്പിക്കുന്നില്ലാത്ത സാഹചര്യത്തിലുള്ള അച്ഛന്മാർ ഇങ്ങനെയുള്ള രൂപതാ കേന്ദ്രങ്ങളിൽ നിന്നും കുർബാന നിയോഗങ്ങൾ
കുർബാനപ്പണ സഹിതം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവർ അവിടെ ചെല്ലും. അപ്പൊ എത്ര കുർബാന നമ്മൾ നിയോഗം ഏൽപ്പിച്ചാലും അത് അത്രയും കുർബാന ചൊല്ലിയിരിക്കും എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും അച്ഛൻ. ആ സഭയുടെ ഉത്തരവാദിത്വമാണ് സഭ അങ്ങനെ ചെയ്യുന്നത്. എങ്കിലും നമ്മളൊരു 10-30 കുർബാന ഒരുമിച്ച് കേൾപ്പിക്കാൻ പോയ എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും അച്ഛൻ ചൊല്ലും എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അതിനേക്കാൾ നമുക്കൊരു തീക്ഷ്ണമായ അനുഭവം ഉള്ളത് നമുക്ക് 30 കുർബാന ചെല്ലിക്കാൻ മനസ്സിലുണ്ടെങ്കിൽ 30 കുർബാന ഒരുമിച്ചുകൊണ്ട് അച്ഛനെ കൊടുക്കുന്നതിന് പകരം അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ഈ ആഴ്ചയിൽ അച്ഛന് പറ്റുന്ന ഒരു ദിവസം ചോദിച്ചിട്ട് ആ ഒരു ദിവസം 2 ദിവസം കുർബാന പറഞ്ഞേൽപ്പിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുക, അച്ഛനത് ഓർത്തിരിക്കും കുറിച്ച് വെക്കുക, അന്ന് നിങ്ങൾ പള്ളി ചെല്ലണം. ഇപ്പൊ കുർബാനയ്ക്ക് അച്ഛൻ വന്ന് നിൽക്കുമ്പോൾ കുർബാന ഏൽപ്പിച്ച ആൾക്കാർ പള്ളിയിലുണ്ടെങ്കിൽ അച്ഛന്മാർക്ക് പ്രത്യേകിച്ചൊരു കരുത്താണ്, ഒരു ബന്ധമാണത്. കുർബാനയ്ക്ക് ഏൽപ്പിച്ചിട്ട് അവർ വരുന്നേ ഇല്ല എങ്കിൽ അച്ഛന്മാർക്ക് അത്ര ചൂട് തോന്നുകയില്ല, അനുഭവപ്പെടുകയല്ല. അച്ഛന്മാർ മനുഷ്യന്ന് ഓർമ്മിക്കണം. പക്ഷെ അവർ നേരത്തെ തന്നെ കുർബാനയ്ക്ക് ഏൽപ്പിച്ച ആൾക്ക് നേരത്തെ തന്നെ പള്ളിയിലെത്തി ഇവിടെ കുമ്പസാരിക്കാൻ വന്നു. ഇന്ന് നിൽക്കുമ്പോഴത്തേക്ക് അച്ഛനറിയാം അവർ ഇന്ന വിഷയമാണ്, ഇന്ന ഉദ്ദേശമാണ്, നിയോഗമാണ്. അവരെ കണ്ണോട് ബലിയർപ്പിക്കുമ്പോൾ അച്ഛൻ അവർക്ക് വേണ്ടി തന്നെ അറിഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെയുള്ള ഗൗരവമുള്ള വിഷയമുള്ളപ്പോൾ മനസ്സിൽ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ കുർബാന ചൊല്ലിക്കാനായിട്ട് കുറേശ്ശെ ആഴ്ചയിൽ ഒരു കുർബാന വെച്ചോ 2 ആഴ്ചയിൽ 1-2 വെച്ചോ അങ്ങനെ ചെന്ന് ഏൽപ്പിച്ച് ആ കുർബാന നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യണം. ഇനി ആ പള്ളി ഇപ്പോൾ സമ്മതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛനെ കുർബാന ഏൽപ്പിച്ച് അത്ര കുർബാന നിങ്ങൾ വേറെ സമ്മതിച്ച് കാഴ്ച വെക്കണം. എങ്കിലേ അതിന്റെ പൂർണ്ണതയുടെ വരികയുള്ളൂ. ആ രീതിയിൽ അങ്ങനെ ചെയ്യുക. ഇനി കുർബാന ഏൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ സമ്മതിക്കുന്ന കുർബാനകളിലെല്ലാം ഈ വിഷയം വെക്കുക. കുർബാന എല്ലാം ഈ വിഷയം വെച്ച് ആ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ആത്മഹത്യ, കൊലപാതകം, ദുർമരണം, ആ മരിച്ചുപോയ വ്യക്തി ജീവിതത്തിലെ കുറവ് പോരായ്മ, അതിനെ മുതലാക്കിക്കൊണ്ട് തിന്മയുടെ അരുവികൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ കിട്ടിക്കുന്ന അവകാശം, അതിനെ മുഴുവൻ ഈ ബലിയുടെ യോഗ്യതയ്ക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എത്ര നാൾ പ്രാർത്ഥിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെയുള്ള ഞെരുക്കങ്ങൾ കടന്നു വരുന്നത് തീർന്ന് കിട്ടുന്നിടം വരെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു മടിയും വിചാരിക്കണ്ട. അതിനു വേണ്ടിയിട്ട് നമുക്ക് നാട് മുഴുവനും ആൾക്കാരെയും പള്ളി അച്ഛന്മാരെ ദൈവം തന്നിരിക്കുന്ന ഓർമ്മിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ദൂരം ചിലപ്പോൾ കണ്ടുന്നവരും നമുക്ക് ഈ നാടുകളിൽ ഇപ്പോൾ കുർബാനയ്ക്ക് ദിവസമുണ്ട്, അത് കടന്ന് മറികെട്ടുന്ന കിട്ടും. കുറച്ച് ദൂരമൊക്കെ പള്ളിയിലേക്ക് പോകാനുണ്ടെങ്കിൽ ആ ദൂരം നല്ലൊരു കാര്യമാണ്. നല്ല കാര്യം എന്ന് വെച്ചാൽ പറയാൻ കാരണം നമ്മളപ്പോൾ നടന്നു പോകുന്നു, അല്ലെ വണ്ടിക്ക് പോകുന്നു, ഒരു അരമണിക്കൂർ നടന്നു പോകാൻ ദൈർഘ്യം ഉണ്ടെങ്കിൽ നല്ല കാര്യം എന്ന് പറയാനായിട്ട്. കാരണം അരമണിക്കൂർ മുമ്പേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, നടന്നു പോകുന്ന വിഷയം എന്ന് വിചാരിച്ച് നമ്മുടെ എത്രയോ പേര് രാവിലെ എണീറ്റ് നടക്കാനായിട്ട് തന്നെ പോകുന്ന ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നടന്നു പോകാനായിട്ട് ഇങ്ങനെ അവസരം കിട്ടുന്നതിന് ആരോഗ്യത്തിന്റെ കാര്യം അങ്ങനെ തന്നെ മെച്ചപ്പെട്ടില്ലേ. മാത്രമല്ല അരമണിക്കൂർ സമയം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാമല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ നമുക്ക് ഒരു വന്ത സുഖമായിട്ട് ചൊല്ലാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ ഒരു വന്തം കൂടെ ചൊല്ലാൻ പറ്റും. എത്രയും മനോഹരമാണ്. ജവമാല ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു, കുർബാന സംബന്ധിച്ച് കൂട്ടി ജവമാല ഇങ്ങോട്ട് വരുന്നു. വണ്ടിക്ക് പോവുകയാണെങ്കിൽ പോലും വണ്ടി കയറുമ്പോഴേ തന്നെ ജവമാല ഒരു രഹസ്യം ചില സമയമുണ്ടെന്ന് നോക്കിക്ക് അങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകണം. മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് പറയുന്നൊരു പുസ്തകം അതിൻ്റെ ഓർമ്മ. മാൽക്കം ഗോഡ്രിച്ച് എന്ന് പറഞ്ഞ ഒരു വിദേശ എഴുത്തുകാരൻ മദർ തെരേസയുടെ ജീവിതം അത് മദർ തെരേസ ഉള്ളപ്പോൾ അവരെ കണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ നടത്തി ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് വന്ന അവസരത്തിൽ അദ്ദേഹം ഒരു മഠത്തിൽ ചെന്ന് ഇങ്ങനെ ചോദിച്ചായിട്ട് പുസ്തകത്തിൽ അത് എഴുതുന്നുണ്ട്. സിസ്റ്റർമാരെ കണ്ട് സംസാരിച്ചു, അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് കുറിച്ചെല്ലാം എടുത്തു. എന്നിട്ട് ഈ സിസ്റ്റർമാർ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്ന ഒരു കോളനിയുണ്ട്, ചേരി പ്രദേശങ്ങൾ പലതുണ്ട്. അപ്പോൾ ഒരു ചേരിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അങ്ങോട്ട് എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ഇപ്പൊ സിസ്റ്റർമാർക്ക് ദൂരം എത്രയാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എത്ര കിലോമീറ്റർ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ വീണ്ടും ചോദിച്ചു. സിസ്റ്റർമാർ അങ്ങോട്ട് ഇട്ട് നോക്കണം, കിലോമീറ്റർ അവർക്ക് അറിയത്തില്ല. വീണ്ടും ചോദിച്ചപ്പം ഒരു സിസ്റ്റർ പറഞ്ഞു, അത് സാറേ അങ്ങോട്ട് 2 കൊന്തയുടെ ദൂരമുണ്ട്. 2 കൊന്തയുടെ ദൂരം എത്ര മനോഹരമാണ് എന്ന് വെച്ചാൽ അവർക്ക് ദൂരം അത്ര അറിയത്തുള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്ര കൊന്തയുടെ ദൂരമുണ്ട് ചോദിച്ചാൽ നമുക്ക് എന്നാ പറയാനുണ്ട്? ഒരു രഹസ്യത്തിന്റെ ഒരു ഡെക്കേഡ് ദശകം ചെല്ലാൻ ഒരു കർണക്കൊന്തയുടെ ദൂരം അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളിത് ജോലി സ്ഥലത്തോട്ട് പോകുന്നിടത്തൊക്കെ ചിന്തിക്കാവുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ ദീർഘമായി യാത്ര ചെയ്യുന്നു, എത്ര കൊന്തയുടെ ദൂരമുണ്ട് ജോലി സ്ഥലത്തേക്ക് ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ദീർഘമായി യാത്ര ചെയ്യുന്നവർക്ക് മനോഹരമായ ഒരു അവസരമാണ് സ്വസ്ഥമായിട്ട് ഇത് പ്രാർത്ഥിക്കാൻ. ശരി, യാത്ര തിരക്കും കാര്യം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മനസ്സ് വെച്ച അവസരം കണ്ടെത്താൻ പറ്റും. അതിന് അനേകരുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവത്തിൽ പരിഗണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പോരാട്ടത്തിലേക്ക് നമ്മൾ വരണം സ്നേഹമുള്ള സഹോദരങ്ങളെ. എങ്കിലേ അതിൻ്റെ ദുസ്വാധീനം വിട്ടുമാറി പോവുകയുള്ളൂ. അപ്പോൾ അത് കുർബാനയെ കേന്ദ്രീകരിച്ച് അങ്ങനെ പോകുന്നു. അതിനും പുറമെ നമ്മൾ നേരത്തെ വേദി കണ്ടിട്ടുണ്ട് കരുണക്കൊന്തയുടെ പ്രാധാന്യം. ഞാനിവിടെ പങ്കുവെച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ കുർബാന മുഴുവനിലും കൂടെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് ഒരൊറ്റ വാക്യത്തിൽ പറയാവോ ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വാക്യം ഇതാണ്:
ആൾക്കാരെ ഞാൻ നിൽക്കുന്നു ബലിയർപ്പിക്കാനായിട്ട് ആൾക്കാരൊക്കെ പള്ളിക്കകത്ത് നിൽക്കുന്ന രംഗം ഓർത്ത് വെച്ച്. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാൻ ഇങ്ങനെ പറയും: നിത്യപിതാവേ, എൻ്റെയും ഇന്ന് കുർബാനയ്ക്ക് നിയോഗവും പൈസ ഏൽപ്പിച്ച് നിൽക്കുന്ന ഇന്ന വ്യക്തികൾ, അവിടെ മരിച്ചുപോയ അന്യ ആൾക്കാർ, പിന്നെ സംബന്ധം ഈ ആൾക്കാരെല്ലാവരും, ഇവരുടെയും ലോകം മുഴുവൻ്റെയും സകല പാപങ്ങൾക്കും പരിഹാരമായി അങ്ങയുടെ വത്സര സോദരൻ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തം ആത്മാവും ദൈവത്വവും ഇപ്പം ഈ ആൾക്കാരെ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്ന അപ്പത്തിനും വീഞ്ഞിലും പരിശുദ്ധാത്മാവ് വഴി സംജാതമാക്കുന്നതിന് അങ്ങേക്ക് കാഴ്ച അർപ്പിക്കുന്നു. ഈശോയുടെ അധാരണമായ പിടാസഹനങ്ങളുടെ അനന്തമായ യോഗ്യതകളെ പ്രതി എൻ്റെ മേലും ഈ സഹോദരങ്ങളുടെ മേലും മുഴുവനും കരുണയായിരിക്കണേ. ഇതാണ് കുർബാന മുഴുവനും. നമ്മളതേപ്പറ്റി ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. കാരണം പാപപരിഹാരമാണ് ഈശോയുടെ ഉള്ളു നിറഞ്ഞു നിന്ന നിയോഗം. കുർബാന സ്ഥാപിക്കുമ്പോൾ സ്വയം ബലിയാകുമ്പം പാപമോചനത്തിനായി നിങ്ങൾക്ക് മുറിക്കപ്പെടുന്ന ശരീരം, ചിന്തപ്പെടുന്ന രക്തം നമ്മൾ കണ്ട് ഓർമ്മിക്കുമല്ലോ. അതുകൊണ്ട് ഈ കരുണക്കൊന്തയുടെ ഇടയ്ക്കൊരു ചെല്ലുന്ന ആ പ്രാർത്ഥന നമ്മളിപ്പോൾ ചൊല്ലിയത്, ആ പ്രാർത്ഥന തന്നെയാണ് കുർബാനയുടെ മുഴുവൻ സാരം എന്ന് നമുക്ക് കാണാൻ പറ്റും. കുർബാന അതിൻ്റെ കൂടുതൽ മറ്റു ഒത്തിരി ആഘോഷ കാര്യങ്ങളെല്ലാം ഉണ്ട്. സഭയുടെ ഏറ്റവും കരുത്തുള്ള ആരാധന പ്രാർത്ഥന നിമിഷമാണ്, നമുക്കറിയാം. പക്ഷേ കുർബാനയുടെ സാരമുള്ള ഇതായതുകൊണ്ട് ഈ കരുണക്കൊന്തയെന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയിൽ ചൊല്ലണം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, കരുണയുടെ തിരുനാളിൻ്റെയൊക്കെ അന്ന് നമ്മൾ വചനം പങ്കുവെച്ചതാണ് ഇവിടെ. ആ പശ്ചാത്തലത്തിൽ പങ്കുവെച്ച വചനങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, അത് ഓർമ്മിക്കണം. ഒരു ഗൗരവമായ വിഷയങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് ഉള്ളവർ ഒരു 9 കരുണക്കൊന്ത അറിഞ്ഞിരുന്ന ദിവസേന ചൊല്ലി കാഴ്ചവെച്ചേ ഈ ആത്മഹത്യ, ദുർമരണം, കൊലപാതകം നിങ്ങളുടെ വീട്ടിലെ പറമ്പിലോ നിങ്ങളുടെ കുടുംബക്കാരായിട്ടോ നേരത്തെ താമസിച്ചവരായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് പിശാചിന്റെ നാമം അവിടെ പതിഞ്ഞ് അവന് അവകാശം കിട്ടിയ അവസ്ഥയെ പറിച്ചു കളയാൻ, അല്ലെ അവയുടെ സ്വാധീനം ഒന്നും നമ്മളെ യേശു കയറാത്തവരാക്കാൻ നമ്മൾ ഈശോയുടെ ബലിയിലേക്ക് ചേർന്ന് നിൽക്കണം. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. അത് നശിപ്പിക്കാൻ ഈശോ വന്നു. ഈശോ അതിനുള്ള കൃപ നേടിയെടുത്തു, കൃപയ്ക്കും മേൽ കൃപ നേടിയെടുത്തിട്ടുണ്ട്, യോഹന്നാൻ വന്ന് നമ്മൾ വായിക്കുന്ന പോലെ. പക്ഷെ അത് നമ്മൾ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തിറക്കണം, ചാനലൈസ് ചെയ്യണം, കോരിയെടുത്ത് നമ്മുടെ വീട്ടിൽ അത് ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ കാര്യം നടക്കുകയുള്ളൂ. നമ്മുടെ പേരിൽ ബാങ്കിൽ എത്രമാത്രം പണം ആരെല്ലാം എവിടെ നിന്നെങ്കിലും അയച്ചിട്ടാലും നമ്മൾ ബാങ്കിൽ ചെന്ന് ആ പണം ഇങ്ങോട്ട് എടുക്കുന്നില്ല എങ്കിൽ, അല്ലെ മൊബൈൽ ഫോൺ വഴിയായിട്ട് അത് നമ്മൾ കയ്യിലേക്ക് എടുക്കുന്നില്ല എങ്കിൽ, ATM ചെന്നത് എടുക്കുന്നില്ല എങ്കിൽ നമുക്കിവിടെ നയാ പൈസ ഉപകാരം ഉണ്ടാവുകയില്ല. ആരെല്ലാം എവിടെ നിന്നെല്ലാം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ അയച്ചിട്ടിരിക്കുക. അത് ബാങ്കിൽ വന്ന് കിടക്കുന്നു. പക്ഷെ ഞാൻ ബാങ്കിൽ ചെല്ലുന്നില്ല, ATM പോകുന്നില്ല, ചെക്ക് എഴുതുന്നില്ല, പൈസ എടുക്കുന്നില്ല, എനിക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈശോ നേടി നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ കൃപ, കൃപയ്ക്കും മേൽ കൃപ നേടി വെച്ചിരിക്കുന്നത് ഞാൻ പ്രാർത്ഥന വഴി ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം എൻ്റെ ജീവിതത്തിലേക്ക്. അതുകൊണ്ടാണ് പറയുന്നത് 9 കരുണക്കൊന്ത എങ്കിലും. 9 ഒരു മാജിക് നമ്പർ ആയതുകൊണ്ടല്ല, വചന കരുത്തുള്ളത് കൊണ്ടാണ്. ഈശോയുടെ അപ്പസ്തലന്മാർ 9 ദിവസത്തിൽ പ്രാർത്ഥിച്ച പെന്തക്കോസ്ത് ആദ്യത്തെ നൊവേന നവനാണ്. അതിൻ്റെ ഒരു കരുത്ത് വെച്ചത് 9 പറയുന്നേ ഉള്ളൂ. സമയമുള്ളവർ, നീർന്ന വിഷയങ്ങളുള്ളവർ 9 കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം. എന്നിട്ട് എന്താ യാന്ത്രികമായിട്ട് ചൊല്ലി തീർക്കരുത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എങ്കിൽ പോയി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഉള്ളറിഞ്ഞ് പരമാവധി ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകൾ തന്നെ ഇരുന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്നാൽ 9 കരുണക്കൊന്ത മനോഹരമായിട്ട് ചൊല്ലാൻ പറ്റും. അർത്ഥം അറിഞ്ഞ് നമ്മളിപ്പോൾ എന്തായത് ഈ ബോധ്യങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇടയ്ക്കൊരു പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്ക് അതിന് അല്പം കൂട്ടിച്ചേർക്കാതിനകത്തോട്ട് സഭയുടെ ഔദ്യോഗികമായ കുർബാനക്രമോ അല്ലെങ്കിൽ യാമപ്രാർത്ഥന പോലെയുള്ള പ്രാർത്ഥനയല്ല. നമുക്കതിന് അല്പം സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായി പ്രാർത്ഥന തനിച്ച് ചെല്ലും, പ്രത്യേകിച്ചു കരുണക്കൊന്തയൊക്കെ ചെല്ലുമ്പോൾ. കൂട്ടായ്മ ചെല്ലുമ്പോൾ പൊതുവായ രീതിയിൽ പ്രാർത്ഥിച്ച് പോകണം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. തനിച്ച് ചെല്ലുമ്പോൾ ഈ ഇടയ്ക്കൊരു ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളുള്ളവർ, സഹമുള്ളവർ ഇങ്ങനെ ചൊല്ലാം: നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ നടന്നതായ ഇന്ന ആത്മഹത്യ, കൊലപാതകം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കടന്നു വന്ന സകല തിന്മയ്ക്കും പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്തെ അങ്ങ് കാഴ്ച അർപ്പിക്കുന്നു. ഇനി പ്രത്യേക സംഭവങ്ങൾ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എന്തൊക്കെയോ വല്ലാത്ത ദുസ്വാധീനം ഈ പറമ്പും വീടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ കരുണക്കൊന്തയുടെ ഇടയ്ക്കൊരു ചെല്ലുമ്പം: നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന ഇന്ന പ്രശ്നങ്ങൾ കാരണമായി ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ വഴി വന്നുപോയ സകല തിന്മയ്ക്കും പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവ് ദൈവത്തെ കാഴ്ച അർപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലാനായിട്ട് ആരംഭിച്ചേ. അതിൽ 9 കരുണക്കൊന്ത വെച്ച് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഒരു 21 ദിവസത്തേക്ക് ഒരു നിശ്ചയമെടുത്തൊരു നോയമ്പ് പോലെ എടുത്ത് പൂർത്തീകരിക്കുക. 21 ദിവസം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 21 ദിവസം. അതിലൂടെ നമ്മൾ പ്രകടമായ വ്യത്യാസങ്ങൾ അനുഭവിക്കും. ഞാൻ ഈശോയുടെ നാമത്തിൽ ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് ഉറപ്പ് തരികയാണ്. കാരണം ഈശോയുടെ ബലി യഥാർത്ഥ ബലിയാണ്.
സകല തിന്മയുടെ പരിഹാര ബലി, ഏക ബലി, നമുക്ക് രക്ഷയ്ക്ക് നൽകപ്പെട്ട ഏകനാമം ഈശോയുടെ നാമമാണ്, ഈശോയുടെ ബലിയാണ്. ആ ബലിയുടെ യോഗ്യതയ്ക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ എൻ്റെ പക്കൽ ഒരു ബലി തിരസ്കരിക്കില്ല. ഇത് നമ്മൾ അനുഭവിച്ചറിയണം. അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ ഇവിടെ പോയി ഓടി നടന്ന് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം ഇത് പറഞ്ഞിട്ട് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ ദിവസങ്ങളിൽ പല ആൾക്കാരും എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്, എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അത് പറയുകയാണ്, നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് അച്ഛനെ കിട്ടാത്തതിൻ്റെ പേര് വിഷമിക്കരുത്. ഞാൻ എൻ്റെ ദിവസം സമയം മുഴുവനും ഈ ധ്യാനത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വളരെ അത്യാവശ്യമായ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അങ്ങോട്ട് മറ്റു കാര്യങ്ങൾ പോകുന്നുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു വന്ന് വചനം പങ്കുവെച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനോട് ദൈവം പങ്കുവെക്കുന്ന കാര്യങ്ങൾ എടുത്തേ, എന്നിട്ട് അത് വെച്ച് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പൊക്കേ. തമ്പുരാൻ അവിടെ ഇടപെടും. അച്ഛൻ്റെ മക്കളൊന്ന് വന്നെങ്കിലേ പറ്റുള്ളൂ, അച്ഛനെ ഒന്ന് വിളിച്ച് മിണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചിന്തയായിട്ട് നമ്മൾ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നുമില്ല. ബട്ട് ഈ രീതിയിൽ ഒരു 21 ദിവസത്തേക്ക് ഗൗരവമായ വിഷയങ്ങളുള്ളവർ ഈ രീതിയിൽ ഇത് പ്രാർത്ഥിച്ചേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമ്മുടെ പാവങ്ങൾ മാപ്പ് ചോദിച്ച ഉള്ളത്തോട് ഉള്ളം ഈശോ ചേർത്ത് വെക്കണം, അത് ഓർമ്മിക്കണം. മറ്റവരുമായുള്ള അകൽച്ച മാറ്റണം. നമുക്ക് ആരുടെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ക്ഷമിച്ച് അവരുടെ തിന്മയ്ക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചൊരു 21 ദിവസം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 21 ദിവസം എടുക്കുക, അത് വീണ്ടും ഇരുന്നെടുക്കാം. അപ്പം അതുവഴി പടിപടിയായിട്ട് നമ്മുടെ വീട്ടിലെ ഈ പൈശാചികമായ അവകാശം പതിഞ്ഞു കിടക്കുന്ന അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കും. നമ്മൾ യെശയ്യാ 24 കണ്ട വചനം വീണ്ടും ഇവിടെ ഓർമ്മിക്കുക. 4, 5, 6 വാക്യങ്ങൾ. ഈ ഭൂമി സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ട് പൈശാചികമായ സ്വാധീനത്തിൽപ്പെട്ട് കിടന്ന് വിഷമിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട വചനം ഇന്ന് വായിക്കുകയാണ് ഒരിക്കൽ കൂടെ. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിന്റെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളെ വ്യതിചലിക്കുകയും ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു. അങ്ങനെ ദഹിച്ചു തീരണ്ട. നമുക്ക് അങ്ങനെ ദഹിച്ചു തീരാതിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യനായിട്ട് വന്നത്, രക്ഷ നേടിയെടുത്തത്. ഈശോയുടെ രക്ഷ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക്, പറമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ നമ്മുടെ വീട്ടിലും മണ്ണിനെയും ഒക്കെ വിഴുങ്ങുന്നതായ ശാപത്തെ ഇങ്ങനെ ദൂരീകരിക്കണം. അങ്ങനെ അവിടെ ആത്മീയ കരുത്തുള്ള ഹോറോമലയിലെ മുൾപ്പടപ്പ് കത്തുന്ന പറമ്പ് പോലെ ദൈവത്തിന്റെ പരിശുദ്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാക്കി നമുക്ക് നമ്മുടെ വീടിനെയും നമ്മുടെ പറമ്പിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ നാമം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനം, എത്ര മനോഹരമാണത്. കർത്താവിന്റെ ഭവനമാണ് ഈ സ്ഥലമെന്ന് യാക്കോബ് ബഥേൽ ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരമ്പഴത്തോട് എണ്ണിപ്പോൾ പറഞ്ഞു, ഇത് കർത്താവിന്റെ ഭവനമല്ല, മറ്റൊന്നുമല്ല, ദൈവം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് തലയ്ക്ക് വെച്ച് കിടന്ന കല്ല് നീട്ടി വെച്ചിട്ട് എണ്ണയെടുത്തൊഴിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ ഓരോ ബഥേലാകട്ടെ. കർത്താവിന്റെ ഭവനമാണിത്. കർത്താവിന്റെ സാന്നിധ്യം സത്യമായിട്ട് ഇവിടെ ഉണ്ട്. സ്നേഹമുള്ള നമുക്ക് വലിയ സംരക്ഷണമാണത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായിട്ടും വിജയം ആരെങ്കിലും പൂർത്തീകരിക്കപ്പെടുക. നമുക്കൊരു നിമിഷം ദീപികാരനേശ്വര സന്നിധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മാനവരക്ഷകനേ, നരനു വിമോചന മേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തുരൂപനായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. ഹോരമലയിൽ ജ്വലിക്കുന്ന അഗ്നിയായിട്ട് ദൈവം അങ്ങ് ഇറങ്ങി വന്നപ്പോൾ ആ സ്ഥലം വിശുദ്ധമായിട്ട് ഭാവിച്ചല്ലോ. ചെരുപ്പ് ഊരിയിടാൻ അങ്ങ് ആവശ്യപ്പെട്ട മോശയോട്, ഈശോയെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഭവനത്തെയും എൻ്റെ വീട്ടിലിരിക്കുന്ന പറമ്പ് മുഴുവനെയും വിശുദ്ധീകരിക്കണമേ. സകലവിധ അശുദ്ധിയും തിന്മയുടെ അവകാശ സ്വാധീനങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഇവിടെ പ്രത്യേകമായി ഇന്നത്തെ വചനത്തിലൂടെ അങ്ങ് ബോധ്യപ്പെടുത്തി തന്നതായ തിന്മയുടെ വലിയ സംഭവങ്ങള്, ദുർമരണങ്ങള്, ആത്മഹത്യകള് കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലോ ഈ പറമ്പിലോ ഏതെങ്കിലും കാലഘട്ടങ്ങളിലോ ഞങ്ങളുടെ കുടുംബക്കാർ താമസം ആരംഭിച്ചതിന് ശേഷമോ അതിനു മുമ്പ് മറ്റൊരു താമസിച്ചപ്പോഴോ ഞങ്ങളുടെ ഓർമ്മയിൽ ആളുകൾ ഒന്നും ഇല്ലാത്ത സംഭവിച്ചു പോയത് ഇപ്പോഴും അവിടെ പതിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾക്ക് ഭാരവും ഞെരുക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുമാകട്ടെ, അവരേക്കെല്ലാം കർത്താവ് അങ്ങയുടെ ശക്തി കടന്നു വരണമേ. അങ്ങയുടെ തിരുരക്തത്തിന്റെ അനന്തമായ യോഗ്യതയിലേക്ക് ഞങ്ങൾ ആ മേഖലകളെല്ലാം ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവായ ഈശോയെ, ശാപം മനുഷ്യരുടെ അകൃത്യങ്ങൾ വഴി മണ്ണിനെ വിഴുങ്ങുമ്പോൾ ആ മണ്ണ് താമസിക്കുന്ന നിവാസികൾ ദഹിച്ചു തീരുന്നുവെന്ന് ഞങ്ങൾ കണ്ടു. കർത്താവെ, എത്രയോ വാസ്തവമാണ്. തിന്മയ്ക്ക് അവകാശം കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ വസിക്കാനിട വരുമ്പോൾ തിന്മയുടെ അരുവികൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ആക്രമിക്കുന്നു. ഞങ്ങളോട് പങ്കുവെച്ച് കേട്ടതായ ആ ഒരു സന്യസ്ത ഭവനത്തിലെ ഒരു ആത്മഹത്യയെ ബന്ധപ്പെട്ട് ആ ഭവനത്തിലെ അംഗങ്ങൾ അനുഭവിച്ചതായ ഞെരുക്കം, അപസ്വരങ്ങളും കറുത്ത പട്ടിയുടെ സാന്നിധ്യവും മറ്റ് ഉറങ്ങാൻ മേലാത്ത അവസ്ഥയും ഒക്കെ ആ ഭവനത്തിൽ അങ്കണത്തിലുണ്ടായി ഞെരുങ്ങിയത് ഈശോയെ, അങ്ങയുടെ സഭയുടെ അധികാരത്തില് അത് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധേറെ തളിച്ച് ശുദ്ധീകരണ സ്പർശത്തിലേക്ക് കൊടുത്തപ്പോൾ ആ തിന്മയെല്ലാം വിട്ടുമാറിപ്പോയല്ലോ. അവിടെ പിശാചിന്റെ ആത്മകത്വം വഴി കിട്ടിയ അവകാശമെല്ലാം തീർന്നു പോയല്ലോ ഈശോയെ. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഭവനങ്ങളെയും വസ്തുവകളെല്ലാം അങ്ങനെ ശക്തിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഗബ്രിയേൽ അമർത്തിച്ച് പങ്കുവെക്കുന്ന അനുഭവത്തില് ആത്മഹത്യ നടന്ന ആ കുടുംബം ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വിഷമിക്കുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിയ അനുഭവം ഈശോയെ, അങ്ങയുടെ പരിഹാര ബലിയുടെ അനന്തമായ യോഗ്യതയിലേക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ കടന്നു വരാനും ചേർന്ന് നിൽക്കാനും ബലി സമ്മതിക്കുക വഴിയായിട്ടും കരുണക്കൊന്ന് ചൊല്ലിക്കൊണ്ടും ആ ബലിക്ക് ചേർന്ന് നിൽക്കാനുള്ള ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ ബോധ്യം അനുസരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളുടെയും പറമ്പുകളുടെയും ഇവ സാഹചര്യങ്ങളുടെ സകല തിന്മകളെയും അങ്ങയുടെ ശക്തിയാൽ കീഴ്പ്പെടുത്തുന്ന ശക്തരായ പടയാളികളായി ദൈവരാജ്യത്തിന്റെ പോരാളികളായി ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. കരുത്ത് നിറച്ച് ഉപയോഗിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ അവസ്ഥ കുതിച്ച് മരണം വഴി കടന്ന എല്ലാവരെയും ഞങ്ങളുടെ കരുണയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാ രൂപതയുടെ വാഗോൺ മൗണ്ടരമ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും കർത്താവ് ഞങ്ങളുടെ വിശുദ്ധമായ ദീപികാരന്റെ സാന്നിധ്യം കരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് ഈ എളിയ ദാസൻ അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം നൽകുന്നു. അങ്ങയുടെ വചനത്തിന് കാതോർത്ത് ശിശുപാപത്തോടെ അതിനെ സ്വീകരിച്ച് ആ വെളിച്ച മനുഷ്യജീവിതത്തിൽ മാറ്റം വരുത്താൻ ദൈവരായ അനുഭവത്തിൽ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കൃപാവരം നിറഞ്ഞു വസിക്കാൻ, അത് ഫലം പുറപ്പെടുവിക്കാൻ ഇട വരട്ടെ. അതുവഴി മക്കളുടെ കുടുംബങ്ങളും പറമ്പുകളും വസ്തുക്കളും എല്ലാം സകല നാരിക സ്വാധീനത്തിനും പ്രത്യേകിച്ചും തോറും മരണങ്ങൾ വഴി വളർന്നു വന്ന സകല ദുസ്വാധീനം നിന്നും വിടുതൽ ഭാവിച്ച് ഈ മക്കൾ അങ്ങയുടെ പരദീസ അനുഭവത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കടന്നു വരേണ്ട വരികയും ചെയ്യട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ട യോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമാണ് ഭവനങ്ങളോടും വസ്തുവകകളോടും കൂടെ ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും കൂടെ വളരെ പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ചും ത്യാഗങ്ങൾ കാഴ്ചവെച്ച് സഹകരിക്കുന്ന ഓരോരുത്തരോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.